അപ്പോൾ അതൊക്കെയാണ് രാവിലെ മുതൽ സംഭവിച്ച അത്യാവശ്യം വാർത്തകളുള്ളൊരു ദിവസമാണ്. വാർത്താഭരിതമായ ഒരു ദിവസത്തിൽ ഉച്ചവരെ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തലക്കുകൾ. പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ഇതുവരെയുള്ള സമയം ശാന്തവും സമാധാനവും ഐശ്വര്യപൂർവ്വം സ്വസ്ഥമാണെന്ന് വിശ്വസിക്കുകയാണ്. ഇതാ ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ടവർ ഷിബിൻ, നമ്മുടെ റിൻസി മാനുവൽ, നമ്മുടെ അഞ്ജലി വി, നമ്മുടെ വിപിൻ ബെന്നി, നമ്മുടെ ജിജു ഡാനിയേൽ, പ്രിയ, നൌഷാദ്, മണികണ്ഠൻ, ഗ്രേസി സെബാസ്റ്റ്യൻ, കമറുദ്ദീൻ, അൽഹാദിസ, രാജൻ, ബിൻസിമോൾ, പി സെബാസ്റ്റ്യൻ അടക്കം, ജയേന്ദ്രൻ പുറമേരി അടക്കം, ജാസ്മിൻ, ജെയ്വിൻ, ജോസഫ്, ബെയ്സിൽ, സെൽബി കുര്യാക്കോസ് ഒക്കെ ഗുഡ് ആഫ്റ്റർനൂൺ ഒക്കെ പറയുന്നുണ്ട്. വിശേഷങ്ങൾ തിരക്കുന്നുണ്ട്. കണ്ടില്ലോ എന്നൊക്കെ ചോദിക്കുന്നു. ഹസി ചോദിക്കുന്നു, ഹാഷ്മി എവിടെയായിരുന്നു? ഇല്ല, ഞാൻ ഇവിടേക്ക് ഉണ്ടായിരുന്നു. നമ്മൾ കൊല്ലം കലോത്സവത്തിന് പോയി. ഇന്നലെ ഒരു അത്യാവശ്യം ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഒഴിവാക്കാൻ പറ്റാത്തതാണ് അതിന് പോയി. അപ്പോൾ അത് കാരണം 2 ദിവസം ഇല്ലാതായിപ്പോയി. അപ്പോൾ നമ്മൾ ആദ്യം ഒരു വാർത്തയിലേക്ക് നമ്മൾ നേരെ കടക്കുന്നത് ബിൽക്കീസ് ബാനു കേസിൽ ഗുജറാത്ത് സർക്കാരിന് തിരിച്ചടി. അപ്പോൾ അതൊരു വലിയ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ കഥയാണ്. എന്ന് പറഞ്ഞാൽ ബിൽക്കീസ് ബാനു പ്രതികളെ ശിക്ഷ കൊടുക്കാൻ വേണ്ടി നടത്തിയ വലിയ പോരാട്ടം, അതിനുശേഷം പ്രതികളെ പുറത്തേക്ക് ഇറക്കുന്ന സാഹചര്യം, അതിനുശേഷവും ഉണ്ടായ വലിയ പോരാട്ടം. ആ കേസിൽ ഗുജറാത്ത് സർക്കാരിന് കനത്ത തിരിച്ചടിയാണ്. 11 പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകിയ ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കി. ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് പുറപ്പെടുവിച്ച വിധി നിയമവിരുദ്ധവും നിലനിൽക്കാത്തതുമാണെന്ന് ജസ്റ്റിസ് BV നാഗരത്ന അധ്യക്ഷ ആയ ബെഞ്ച് വിധിച്ചു. പ്രതികളുമായി ഗുജറാത്ത് സർക്കാർ ഒത്തുകളിച്ചെന്നും കോടതികളെ അടക്കം തെറ്റിദ്ധരിപ്പിച്ചുവെന്നും ഗുരുതര പരാമർശം കൂടി കോടതി നടത്തുകയാണ്. മാനസിക പരിവർത്തനമുണ്ടായ കുറ്റവാളികൾക്ക് ശിക്ഷാ ഇളവ് അനുവദിക്കുന്ന 1992 നയം ചൂണ്ടിക്കാട്ടിയാണ് ബിൽക്കീസ് ബാനു കേസിലെ 11 കുറ്റവാളികൾക്ക് ശിക്ഷാ ഇളവ് നൽകി ഗുജറാത്ത് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഗുജറാത്ത് സർക്കാരിന്റെ ഈ തീരുമാനം ഉചിതമല്ല, നിയമതാൽപര്യങ്ങൾക്ക് വിരുദ്ധവും അധികാര ദുർവിനിയോഗവുമാണ്. വിചാരണ നടന്നത് മഹാരാഷ്ട്രയിൽ. ശിക്ഷാ ഇളവ് പരിഗണിക്കേണ്ട സർക്കാർ അതുകൊണ്ട് തന്നെ ഗുജറാത്തല്ല. പ്രതികളെ മോചിപ്പിക്കാൻ ഇല്ലാത്ത അധികാരം ഉപയോഗിക്കുകയായിരുന്നു ഗുജറാത്ത് സർക്കാർ. CRPC 432 അനുസരിച്ച് വിടുതലപേക്ഷയിൽ തീരുമാനമെടുക്കുമ്പോൾ വിചാരണ കോടതി ജഡ്ജിയുടെ അഭിപ്രായം തേടണം. ഇവിടെ അതുണ്ടായില്ല. 2022 സുപ്രീംകോടതി വിധിയാണ് സംസ്ഥാന സർക്കാരും പ്രതികളും സുപ്രീംകോടതിയിൽ ചൂണ്ടിക്കാട്ടിയത്. ശിക്ഷിക്കപ്പെട്ടവരിൽ ഒരാളായ R ഭഗവൻദാസ് ഷായുടെ മോചനത്തിന് 92 നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ 2 മാസത്തിനകം തീരുമാനമെടുക്കാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചിരുന്നു. കോടതിയെ സർക്കാർ തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ടാണ് ഇത്തരമൊരു തെറ്റായ വിധിയുണ്ടായത്. രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ ഈ കേസിൽ പൊതുതാൽപര്യ ഹർജി സമർപ്പിച്ചത് നിലനിൽക്കുമെന്നും കോടതി പറഞ്ഞു. പ്രതികളോട് 2 ആഴ്ചയ്ക്കകം കീഴടങ്ങാനും കോടതി നിർദ്ദേശിച്ചു. 24 ഡൽഹി. ഇപ്പോൾ വരുന്നൊരു വാർത്ത മലപ്പുറം കാടാമ്പുഴയിൽ തൊഴിലാളി കിണറ്റിൽ കുടുങ്ങിയെന്നുള്ളതാണ്. കിണറിലെ മണ്ണ് വൃത്തിയാക്കുന്നതിനിടയിലാണ് അപകടം. തമിഴ്നാട് സ്വദേശിയാണ് കുടുങ്ങിയത്. PP മണിയാണ് അപകടത്തിൽപ്പെട്ടത്. എന്തായാലും എത്രയും അവരെ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചു എന്നുള്ളതാണ് സന്തോഷകരമായ വാർത്ത. ബിൽക്കീസ് ബാനുവിലേക്ക് തന്നെ വന്നാൽ, ബിൽക്കീസ് ബാനു കേസിലെ സുപ്രീം കോടതി വിധിയിൽ മറുപടി പറയാൻ നിർബന്ധിതരാകുന്നത് BJP ആണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ത്രീക്ഷേമ നയങ്ങൾ പ്രചരണമാക്കാനുള്ള നീക്കങ്ങൾക്കിടയിലാണ് BJP ഭരിക്കുന്ന ഗുജറാത്ത് സർക്കാരിന് സുപ്രീം കോടതിയിൽ നിന്നുള്ള അതിരൂക്ഷ വിമർശനം. ഗുജറാത്ത് സർക്കാരും കേന്ദ്ര സർക്കാരും പ്രതികളെ രക്ഷിക്കാൻ ഒത്തുകളിച്ചെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട് ആരോപിച്ചു. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വനിതാ യുവ വോട്ടുകളാണ് BJPയുടെ ലക്ഷ്യം. വനിതാ സംവരണ ബില്ല് ഉൾപ്പെടെ സ്ത്രീക്ഷേമ നയങ്ങൾ മുൻനിർത്തി പ്രചാരണ പദ്ധതി തയ്യാറാക്കുന്നതിനിടെ ബിൽക്കീസ് ബാനു കേസിലെ സുപ്രീം കോടതി വിധി രാഷ്ട്രീയമായും ധാർമ്മികമായും BJPയെ ചോദ്യം ചെയ്യാൻ പ്രതിപക്ഷത്തിന് ആയുധം നൽകുന്നതാണ്. ഗുജറാത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണ് ഗുജറാത്തിലെ BJP സർക്കാർ പ്രതികൾക്ക് അനുകൂല നടപടി സ്വീകരിച്ചതെന്ന് നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു. പ്രതികളെ BJP നേതാക്കൾ മാലയിട്ട് സ്വീകരിച്ചതും വിവാദമായിരുന്നു. ബലാത്സംഗ കേസിലെ പ്രതികളെ രക്ഷിക്കാൻ ഗുജറാത്ത് സർക്കാർ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചെന്ന സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം പ്രതിപക്ഷ ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ്. And they have also strongly criticized the Gujarat government for being a party to this. Therefore, it is a big slap on the Gujarat government, and also because the central government had been party to this. The central government had okayed this. ഗുജറാത്ത് കലാപത്തിലെ ഇരകൾക്കായി ശക്തമായ ഇടപെടൽ നടത്തിയ സാമൂഹ്യ പ്രവർത്തക ടീസ്റ്റ സത്തൽവാദ് ഗൂഢാലോചന കേസ് നേരിടുന്നതിനിടെ ബിൽക്കീസ് ബാനു കേസിൽ സാമൂഹിക പ്രവർത്തകരുടെ ഇടപെടൽ സുപ്രീം കോടതി അംഗീകരിച്ചു എന്നതും ശ്രദ്ധേയമാണ്. 24 ഡൽഹി. സുനിൽ പറയുന്നുണ്ട്, ഗുഡ് ആഫ്റ്റർനൂൺ ആഷ്മി. ഗുഡ് ആഫ്റ്റർനൂൺ. ബിൽക്കീസ് ബാനു കേസ് സുപ്രീം കോടതിയിൽ നിന്ന് നീതി. ഇന്ത്യയിൽ ജനാധിപത്യത്തിന് കാവലായി ബഹുമാനപ്പെട്ട അത്യുന്നത കോടതി. പ്രതീക്ഷയുണ്ട്, സന്തോഷമുണ്ടെന്ന് പറയുന്നു. അത് പ്രതീക്ഷയാണ്, സന്തോഷമാണ്. കാര്യം പാവങ്ങൾക്ക് ഇപ്പോഴും പോയി മുട്ടാനുള്ള നീതിയുടെ വാതിൽ പരമോന്നത നീതിപീഠത്തിൻ്റെ വാതിലാണ്. ആ വാതിൽ അവർക്ക് മുന്നിൽ അടയപ്പെടുന്നില്ല എന്നുള്ളത് വലിയ പ്രതീക്ഷ തന്നെയാണ്. അത് കാരണം
തുടക്കം മുതലുള്ള അട്ടിമറി ശ്രമങ്ങളെ അതിജീവിച്ചാണ് ബിൽക്കിസ് ബാനു കുറ്റവാളികൾക്ക് ശിക്ഷ വീണ്ടും ഉറപ്പാക്കുന്നത്. പരാതി സ്വീകരിക്കാൻ പോലും തയ്യാറാവാതിരുന്ന പോലീസ് മുതൽ കുറ്റവാളികളുടെ ശിക്ഷാ ഇളവ് ചെയ്യാൻ കരുനീക്ക് ഗുജറാത്ത് സർക്കാർ വരെ തീർത്ത പ്രതിബന്ധങ്ങൾ ചെറുതല്ല. നിർണായകമായ വലിയൊരു കേസിന്റെ നാൾ വഴിയൊന്ന് കാണണം പ്രിയപ്പെട്ട പ്രേക്ഷകർ. 2002 ഫെബ്രുവരി 27 ഗുജറാത്തിലെ ഗോദ്രയിൽ ട്രെയിൻ തീവെപ്പിൽ 95 പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട കലാപമാണ് ബിൽക്കിസ് ബാനു കേസിന്റെ തുടക്കം. 2002 മാർച്ച് 3 വീട്ടിലേക്ക് ഇരച്ചുകയറിയ 30ഓളം കലാപകാരികൾ ബിൽക്കിസ് ബാനുവും അമ്മയുമടക്കം 3 സ്ത്രീകളെ കൂട്ടബലാത്സംഗം ചെയ്തത്. 5 മാസം ഗർഭിണിയായിരുന്നു 21-കാരി ബിൽക്കിസ് ബാനു. ബാനുവിന്റെ 3 വയസ്സുകാരി മകളടക്കം 7 കുടുംബാംഗങ്ങളെ സംഘം വധിച്ചു. 1 വർഷത്തോളം മതിയായ തെളിവുകളില്ലെന്ന് പറഞ്ഞ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തില്ല. കേസുമായി മുന്നോട്ടു പോകുന്നതിന് ബാനുവിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇടപെടൽ ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെയും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെയും സമീപിച്ച ബിൽക്കിസ് ബാനുവിന് അനുകൂലമായി കേസ് അന്വേഷിക്കാൻ CBIയെ സുപ്രീം കോടതി ചുമതലപ്പെടുത്തി. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ 2 മാസത്തിനകം 11 പ്രതികളെ CBI അറസ്റ്റ് ചെയ്തു. സാക്ഷികളുടെ സുരക്ഷ പരിഗണിച്ചും തെളിവ് നശിപ്പിക്കപ്പെടുമെന്ന ആശങ്ക മൂലവും അഹമ്മദാബാദിൽ നിന്ന് ബോംബെയിലേക്ക് കേസ് മാറ്റുവാനുള്ള ബിൽക്കിസ് ബാനുവിന്റെ അപേക്ഷ ഹൈക്കോടതി സ്വീകരിച്ചു. 4 വർഷത്തെ വിചാരണയ്ക്ക് ശേഷം 2008 13 പ്രതികളും കുറ്റക്കാരാണെന്ന് വിചാരണ കോടതി കണ്ടെത്തി. 11 പേർക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. കുറ്റക്കാരെന്ന് കണ്ടെത്തിയവർക്ക് വധശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് CBI ബോംബെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. ശിക്ഷയ്ക്കെതിരെ അപേക്ഷ നൽകിയ പ്രതികളുടെ അപ്പീൽ തള്ളിയ ബോംബെ ഹൈക്കോടതി 11 പ്രതികളുടെയും ജീവപര്യന്തം ശിക്ഷ ശരിവച്ചു. 15 വർഷത്തോളം ജയിൽ ശിക്ഷ അനുഭവിച്ചതിനാൽ ഇളവ് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതികളിലൊരാളായ രാധേശ്യാം ഷാ കോടതിയിൽ ഹർജി നൽകി. ശിക്ഷാ കാലയളവിൽ ഇളവ് അനുവദിക്കാനുള്ള അധികാരം സർക്കാരിനാണെന്ന് പറഞ്ഞ കോടതി ഗുജറാത്ത് സർക്കാരിന് വിഷയം വിട്ടു. ശിക്ഷയിൽ ഇളവ് അനുവദിച്ചുകൊണ്ട് 2022 സ്വാതന്ത്ര്യദിനത്തിൽ 11 പ്രതികളെയും ഗുജറാത്ത് സർക്കാർ ജയിൽ മോചിതരാക്കി. ഗോദ്ര സബ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ പ്രതികൾക്ക് നൽകിയ വരവേൽപ്പ് വൻ വിവാദമായിരുന്നു. റിസർച്ച് ഡെസ്ക് 24. കൂടെയുള്ള ആളുകളൊക്കെ കൊല്ലപ്പെട്ട് സ്വന്തം കുഞ്ഞടക്കം കൊല്ലപ്പെട്ട് കൂട്ടബലാത്സംഗത്തിനിരയായ ഒരു സ്ത്രീയുടെ കടുത്ത ശക്തമായ അതിജീവന പോരാട്ടത്തിൻ്റെ ഒരു കഥയായിരുന്നു ആ കഥ. അത് വിജയകരമായ പരിസമാപ്തിയിലേക്ക് സുഭാഷ് നെഹ്ലി അടക്കം മൊഹമ്മദ് അടക്കമുള്ളവർ ആ പോരാട്ട വീതിയിൽ അവർക്കൊപ്പം നിന്നു. എന്നാൽ എക്കാലത്തെയും രാജ്യചരിത്രത്തിലെ പോരാട്ടത്തിൻ്റെ തിളക്കമുള്ള വിജയത്തിൻ്റെ ഏടുകളിൽ ബിൽക്കിസ് ബാനു എന്ന പേര് കൂടി രേഖപ്പെടുത്തപ്പെടുകയാണ്. അതൊരു പ്രേക്ഷകൻ ചോദിക്കുകയാണ്, ആഷ്മി ജീവിതത്തിൽ ക്ലച്ച് പിടിക്കുന്നില്ല, ഒരുപാട് കാശ് കിട്ടാൻ എന്ത് ചെയ്യണം? കൊറോണയ്ക്ക് ശേഷം ജീവിതം വീണ്ടും താഴേക്ക് പോകുന്നു, ഗിവപ്പ് ചെയ്യാനില്ല, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുകയാണ്. ഒരുപാട് കാശൊക്കെ വേണോ? അത്യാവശ്യം കാശൊക്കെ പോരെ? എന്നാലും അങ്ങോട്ട് കട്ടയ്ക്ക് നിൽക്കുക, അത്യാവശ്യം പൈസ ഒക്കെ വരും. അപ്പോൾ ഇവിടെ ഒരു പാവം പരമസാത്വികയായ ആരും കൂടെ ഇല്ലാത്തൊരു സാധു സ്ത്രീ കട്ടയ്ക്ക് നീതി നേടിയെടുക്കുന്ന കാണുന്നില്ലേ? അപ്പോൾ പറ്റും. അപ്പോൾ ഗിവപ്പ് ചെയ്യേണ്ട, കട്ടയ്ക്ക് കൊണ്ട് മുന്നോട്ട് നിൽക്കുക. വേറൊരു പ്രേക്ഷകൻ ചോദിക്കുകയാണ്, എന്തായിരുന്നു? അയ്യോ കണ്ടില്ലല്ലോ. പ്രകാശം ബി, ആഷ്മി ഭാര്യയുമായി ബെറ്റ് വെച്ചിട്ടുണ്ട്. അവൾ കോഴിക്കോടും ഞാൻ കണ്ണൂരുമാണ്. കലോത്സവം കിരീടം ആര് നേടും? എൻ്റെ 1000 പോയി കിട്ടുമോ? എൻ്റെ പൊന്നേട്ട ഒന്നും പറയാറായിട്ടില്ല. അവിടെ കട്ടക്കേട്ട പോരാട്ടമാണ്, എന്തും സംഭവിക്കാവുന്ന സാഹചര്യമാണ്. ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 1000 കയ്യിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ പോകുന്നത്, മാധ്യമപ്രവർത്തകയോട് അപമര്യാദയെ പെരുമാറിയ കേസിൽ സുരേഷ് ഗോപിക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി. ജാമ്യമില്ലാ വകുപ്പ് കൂടി ചുമത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുരേഷ് ഗോപി കോടതിയെ സമീപിച്ചത്. എസ് ശ്രീകാന്ത് വിവരങ്ങളുമായി ചേർന്നു. ശ്രീകാന്ത്, ആ കേസ് കുറച്ചുകൂടി സങ്കീർണമായിരുന്നു, അപ്പോൾ മുൻകൂർ ജാമ്യം അല്ലേ? ഈ കഴിഞ്ഞ വെക്കേഷൻ ബെഞ്ചിലാണ് സുരേഷ് ഗോപിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ മുന്നിൽ എത്തുന്നത്. ഇതിപ്പോൾ സിംഗിൾ ബെഞ്ച് പരിഗണിച്ചു. സുരേഷ് ഗോപിക്ക് ചില വ്യവസ്ഥകളോടെ മുൻകൂർ ജാമ്യം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. സാക്ഷിയെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത് എന്നതടക്കമുള്ള സാധാരണഗതിയിലുള്ള ഈ മുൻകൂർ ജാമ്യം നൽകുമ്പോൾ കോടതി മുന്നോട്ട് വയ്ക്കുന്ന ഉപാധികൾ ആണ് സുരേഷ് ഗോപിക്കും ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കോഴിക്കോട് വെച്ച് മാധ്യമപ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറി എന്നുള്ളതായിരുന്നു സുരേഷ് ഗോപിക്കെതിരായ കേസ്. അതിൽ പിന്നീട് ജാമ്യമില്ലാ വകുപ്പ് കൂടി കൂട്ടിച്ചേർത്തതോടെയാണ് സുരേഷ് ഗോപി മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചത്. അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണമടക്കം 17-ാം തീയതിയുണ്ട്. ഇക്കാര്യങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയിരുന്നു. തന്റെ രാഷ്ട്രീയ പശ്ചാത്തലം കൂടിയാണ് ഈ കേസിന് ആധാരമെന്നും സുരേഷ് ഗോപി ചൂണ്ടിക്കാട്ടുകയുണ്ടായി. കരുവന്നൂർ ബാങ്ക് പ്രശ്നവുമായി ബന്ധപ്പെട്ട്, സഹകരണ ബാങ്ക് പ്രശ്നവുമായി ബന്ധപ്പെട്ട് താൻ നടത്തിയ യാത്രയടക്കം ഈ കേസിലേക്ക് നയിച്ചു എന്നും സുരേഷ് ഗോപി വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും മുൻകൂർ ജാമ്യം കിട്ടിയിരിക്കുന്നു. ഇനി അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരായി ബാക്കി നടപടികളുമായി സഹകരിച്ചാൽ മതിയാകും. ഓക്കെ, സുരേഷ് ഗോപിക്ക് മുൻകൂർ ജാമ്യം, അവിടെ ജാമ്യമില്ലാ വകുപ്പ് കൂടി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് കോടതിയിലേക്ക് പോയത്. കോടതി എന്തായാലും മുൻകൂർ ജാമ്യം അനുവദിക്കും. ഇവിടെ ജാസ്മിൻ ജെവിൻ ചോദിക്കുകയാണ്, ഹാഷ്മി ബ്രോ കഴിഞ്ഞ ദിവസം വരാഞ്ഞതുകൊണ്ട് ലീവ് ലെറ്റർ കൊണ്ടുവന്നോ എന്ന് ചോദിക്കുകയാണ്. ഓർമ്മിപ്പിച്ച കാര്യമായി, HR ലീവ് ലെറ്റർ കൊടുത്തിട്ടില്ല. എന്തായാലും ഇത് കഴിഞ്ഞിറങ്ങി എന്തായാലും ഒരു ലീവിൻ്റെ മെയിലിടണം.
അപ്പോൾ അടുത്ത വേറെ പ്രേക്ഷകൻ കോഴിക്കോടാണോ കണ്ണൂരാണോ എന്ന് കുറേ അധികം പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. വിജയഗോപാലൻ പറയുന്നു, എന്നും എപ്പോഴും നീതിയുടെ പക്ഷത്ത് നിൽക്കാനും അതിനുവേണ്ടി പരിശ്രമിക്കാനും കൂടി വേണം ഒരു പൗരൻ വിദ്യാഭ്യാസം നേടുന്നത്. ബിൽക്കിസ് ബാനു കേസ് വിധി പ്രതീക്ഷിച്ചതുപോലെ എന്ന് വിജയഗോപാലൻ പറയുന്നു. അപ്പോൾ ആ വിധി ഒരുപാട് പേർക്ക് പ്രതീക്ഷ ഉണ്ട്. സെബിൻ അബ്രഹാം പറയുന്നു, ഇന്നലെ വണ്ടിപ്പെരിയാറിൽ നടന്ന കോൺഗ്രസിൻ്റെ പരിപാടി കിടലിനായിരുന്നു. ഇത്രയും സ്ത്രീകളെ ഒരുമിച്ച് കാണുന്നത് ആദ്യമായാണ്. 1.5 മണിക്കൂർ ബ്ലോക്കിൽ കിടന്നെങ്കിലും സാരമില്ല, ഒരു കുഞ്ഞിന് വേണ്ടിയല്ലേ എന്ന് പറഞ്ഞാൽ നഗ്നമായ നീതി നിഷേധം അവിടെ സംഭവിച്ചു. അതിനുശേഷവും ഉണ്ടായല്ലോ ഒരു നാടകീയമായ സംഭവം, കത്തിക്കുത്തോ എന്തൊക്കെ അതിനുശേഷം ഉണ്ടായി. അപ്പോൾ ആ കുഞ്ഞിൻ്റെ നീതിക്ക് വേണ്ടി നിൽക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അതിനുവേണ്ടി നടക്കുന്ന സമരങ്ങളൊക്കെ സ്വാഗതാർഹവുമാണ്, അതേത് പാർട്ടിയുടെ സമരമാണെങ്കിലും. മാലദ്വീപിൽ പുകയുന്ന അതൃപ്തി. ഇന്ത്യ മാലദ്വീപ് നയതന്ത്ര തർക്കം മുറുകുന്നു. മാലദ്വീപ് പ്രതിനിധിയെ ഇന്ത്യ വിളിച്ചു വരുത്തിയതിന് തൊട്ടു പിന്നാലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ മാലദ്വീപ് വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മാലദ്വീപ് മന്ത്രി നടത്തിയ പരാമർശത്തെ തുടർന്നാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായത്. വിവാദങ്ങൾക്കിടെ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ചൈനയിലേക്ക് പോയി. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, ഈ മൊയ്സുവിന്റെ ചൈന സന്ദർശനം നേരത്തെ പ്ലാൻ ചെയ്തതാണോ അതോ നമ്മുടെ രാജ്യവുമായുള്ള തർക്കത്തിൽ എന്തെങ്കിലും കോയിൻസിഡൻസ് അതിനുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നപരിഹാരത്തിനുള്ള ആലോചനയോ നീക്കങ്ങളോ ചർച്ചകളോ എവിടെയെങ്കിലും ഉണ്ടോ ബൽറാം? ഹഷ്മി, ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപിലേക്ക് നടത്തിയ സന്ദർശനത്തിന് പിന്നാലെ മാലദ്വീപിലെ 3 മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായ പരാമർശങ്ങളാണ് വിവാദമായത്. ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങൾ ഇന്ത്യൻ ഉപഭോക്താക്കളുടെ എക്സ് ഹാൻഡിലുകൾ വഴി ഉണ്ടായിരുന്നു. ബോയ്ക്കോട്ട് മാലദ്വീപ് എന്ന പ്രചരണം ആരംഭിച്ചിരുന്നു. ഇത് സാമ്പത്തികമായി വലിയ തോതിൽ ബാധിക്കുമെന്ന് മനസ്സിലാക്കിയ മാലദ്വീപ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും പരിഹാര നടപടിയായി 3 ജൂനിയർ മന്ത്രിമാർ, മന്ത്രി മറിയം ഷിവുന, മൽഷൻ, ഹസൻ സിഹാൻ എന്നിവരെ സസ്പെൻഡ് ചെയ്തെങ്കിലും ഈ പ്രശ്നങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇന്ന് രാവിലെ വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യയിലെ മാലദ്വീപ് ഹൈക്കമ്മീഷണർ ഇബ്രാഹിം ഷബീബിനെ വിളിച്ചു വരുത്തി ഇക്കാര്യത്തിലുള്ള ഇന്ത്യയുടെ പ്രതിഷേധം അറിയിക്കുകയായിരുന്നു. എന്നാൽ മാലദ്വീപ് ഇതിന് പ്രതികാര നടപടി എന്ന വണ്ണമാണ് മാലദ്വീപിലുള്ള ഇന്ത്യൻ ഹൈക്കമ്മീഷണർ മുനു മഹാവറിനെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഇതോടുകൂടിയാണ് പ്രശ്നങ്ങൾ വീണ്ടും സങ്കീർണമാകുന്നു എന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നത്. അതിനിടെ മാലദ്വീപിലേക്കുള്ള ബുക്കിംഗുകൾ റദ്ദാക്കിയതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യൻ ട്രാവൽ ബുക്കിംഗ് ഏജൻസികളും രംഗത്തെത്തിയിരിക്കുന്നു. ബോയ്ക്കോട്ട് മാലദ്വീപ് എന്ന പ്രചരണം സമൂഹ മാധ്യമങ്ങളിൽ തുടരുകയാണ്. ഇതിനിടെയാണ് ഈ വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്നതിനിടെയാണ് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ചൈനയിൽ സന്ദർശനം ആരംഭിച്ചിരിക്കുന്നത്. അല്പസമയം മുമ്പ് അദ്ദേഹം ചൈനയിൽ എത്തിയിരിക്കുന്നു. 5 ദിവസത്തെ സന്ദർശനത്തിനിടെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഇത് ഈ വിവാദങ്ങളുമായി ബന്ധമില്ല, നേരത്തെ നിശ്ചയിച്ച ഒരു സന്ദർശനമാണ് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഈ പുതിയ മാലദ്വീപ് സർക്കാരിന്റെ നിലപാടുകൾ ഏറെ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ നേരത്തെ തന്നെ ശ്രദ്ധേയമായ നടപടികൾ ഉണ്ടായിരുന്നു. ചൈനീസ് അനുകൂലവും ഇന്ത്യ വിരുദ്ധവുമായ നടപടി സ്വീകരിക്കുന്ന ഒരു സർക്കാരാണ് നിലവിൽ മാലദ്വീപിൽ ഉള്ളത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു വിവാദങ്ങളുടെ എല്ലാം തന്നെ അടിസ്ഥാനം എന്നുള്ളത്. ഇതിന്റെ തുടർച്ച എന്ന നിലയിലാണ് മാലദ്വീപിൽ നിന്നും ഈ വിനോദസഞ്ചാരികളുടെ ശ്രദ്ധ ലക്ഷദ്വീപിലേക്ക് ആകർഷിക്കാനാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും പ്രധാനമന്ത്രിയെ വ്യക്തിപരമായി പോലും ആക്ഷേപിക്കുന്ന പരാമർശങ്ങളും ഉണ്ടാവുകയും അത് ഇത്തരത്തിലൊരു നയതന്ത്ര പോരാട്ടത്തിലേക്ക് എത്തി നിൽക്കുകയും ചെയ്യുന്നത്. ഹഷ്മി, ബൽറാമാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. മാലദ്വീപ് ഇന്ത്യയെ കൊണ്ട് ഒരുപാട് സഹായങ്ങളും ഒരുപാട് വരുമാനവും സാമ്പത്തിക നേട്ടമൊക്കെ ഉള്ള രാജ്യമാണ്. അപ്പോൾ പ്രശ്നം പരിഹരിച്ച് നല്ല രീതിയിൽ പോയാൽ മാലദ്വീപിന് കൊള്ളാം. ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക്. ഈ മാസം 17-ന് ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. കൊച്ചിയിൽ വിവിധ വികസന പദ്ധതികളും ഉദ്ഘാടനം ചെയ്യും. തൃശ്ശൂരിൽ വിവിധ സാമുദായിക നേതാക്കളുമായി ചർച്ച നടത്തുന്നതിനും സാധ്യതയുണ്ട്. സന്ദർശനത്തിന് മുന്നോടിയായി സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകി. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ ഹെലിപ്പാഡ് പോലീസ് പരിശോധിച്ചു. കൊച്ചിൻ ഷിപ്പ്യാർഡ്, ദേശീയപാത, കൊച്ചി മെട്രോ എന്നിവയുമായി ബന്ധപ്പെട്ട 3 പദ്ധതികളാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുക. അതാണ്ടിപ്പോൾ ഒരു ആശാവർക്കർമാരും പിച്ചെടുക്കൽ സമരത്തിലൊന്നൊരു വാർത്ത വരുന്നത്. ഇതൊരു വാർത്തയുടെ തുടർച്ചയാണ്. അതിന് മുമ്പ് കാണിക്കാം. ഓക്കെ. അപ്പോൾ എന്തോ വരുമാനവുമായി ബന്ധപ്പെട്ട ശമ്പളവുമായി ബന്ധപ്പെട്ട തർക്കമാണ്. ആശാവർക്കർമാരടക്കം വലിയ പ്രതിസന്ധിയിലാണ്. അവർ സമരമുഖത്തേക്ക് പോവുകയുമാണ്. അതാണ്ട് ഒരു ചിന്നോസ് കുമാർ പറയുന്നു, എന്തിനാ വെറുതെ സ്വർണ്ണക്കപ്പ് കൊല്ലത്തെ കൊണ്ടുപോയത്? അത് കോഴിക്കോട് തന്നെ വെച്ചാൽ പോരെ, ഞങ്ങളത് എടുക്കുക എന്ന് പറയുകയാണ്. അനസ് മുഹമ്മദ് പറയുന്നു, അത് കോഴിക്കോട്ടാർക്കുള്ളതാണ്, ബാക്കിയുള്ളവർ വെറുതെ കൊടുക്കണ്ട, ഇങ്ങളെ ചാമ്പ്യൻസ് ട്രോഫി ഇപ്പോഴേ നമ്മളെ മാനാഞ്ചിറ കൊണ്ടുപോയി വെച്ചോളി എന്ന് അനസ് പറയുകയാണ്. അപ്പോൾ കോഴിക്കോട്
നവോദ് കുമാർ നാളെ കോഴിക്കോട് ജില്ലയിലെ സ്കൂളിൽ ലീവ് കിട്ടും. അതിൻ്റെ എന്ന് പറഞ്ഞാൽ എന്തായാലും സ്വർണ്ണൊക്കെ പഠിക്കും, അപ്പോൾ ലീവ് കിട്ടും എന്നുള്ളതാണ് ആ ചോദ്യം. കോഴിക്കോടിന് വേണ്ടി ഒരുപാട് ആരാധകർ നമ്മുടെ കമൻറ്റ് ബോക്സിലുണ്ട്, പക്ഷേ ഒന്നും പറയാറ് ഇപ്പോഴും ആയിട്ടില്ല കേട്ടോ. സിന്ധു കേസ് പറയുന്നു, ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ ആഷ്മി. ഗുഡ് ആഫ്റ്റർനൂൺ ചേച്ചി. കഴിഞ്ഞ ദിവസം കലോത്സവ ഊട്ടുപുരയിൽ അവിയൽ ഇളക്കുന്നത് കണ്ടു, ഉപ്പുമാവും പഴവും കഴിച്ചു എന്ന് ചോദിക്കുകയാണ്. അവിയൽ ഇളക്കുന്നത് നല്ല കട്ടിപ്പണിയായിരുന്നു കേട്ടോ. എന്ന് പറഞ്ഞാൽ നല്ല നല്ല ഇളക്കുന്ന സാധനം നല്ല വെയിറ്റുള്ള സാധനമാണ്, നല്ല കായിക ശേഷിയുള്ള പണിയാണ് ആ പണി. പിന്നെ അവിടെ ഉപ്പുമാവും പഴവും ഉണ്ടായിരുന്നില്ല, ഉപ്പുമാവും പയറേറിയായിരുന്നു. എനിക്ക് ഉപ്പുമാവും പയറേറി അത്ര ഇഷ്ടമല്ലാത്ത സത്യം പറഞ്ഞാൽ അവിടുന്ന് കഴിച്ചില്ല. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും നോട്ടീസ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റിയെന്ന കേസിൽ ലോകായുക്ത വിധിക്കെതിരായ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. മുഖ്യമന്ത്രി, മന്ത്രിമാർ എന്നിവരുൾപ്പെടെയുള്ള ഹർജിയിലെ എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കും. മുഖ്യമന്ത്രിക്ക് ചട്ടപ്രകാരം കത്ത് രൂപത്തിലാകും നോട്ടീസ് അയക്കുക. മുഖ്യമന്ത്രി, 17 മുൻ മന്ത്രിമാർ, മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, ലോകായുക്ത രജിസ്ട്രാർ എന്നിവരാണ് എതിർകക്ഷികൾ. ലോകായുക്ത ഉത്തരവ് ചോദ്യം ചെയ്ത് RS ശശികുമാറാണ് ഹർജി സമർപ്പിച്ചത്. നമ്മൾ കണ്ടതാണ് എന്ന് പറഞ്ഞാൽ അന്ന് ലോകായുക്തയിലടക്കം RS ശശികുമാറിനെതിരെ അടക്കമുണ്ടായ അതിരുകടന്ന എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പല പരാമർശങ്ങളും നമ്മൾ കണ്ടതാണ്. എന്താകും ഹൈക്കോടതിയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഭാവി എന്നത് കാത്തിരുന്ന് കാണാം. മാത്യു പറയുകയാണ്, രാജീവ് ഗാന്ധി ഭരിച്ച സമയം മാലദ്വീപിലെ പ്രസിഡന്റിനെ കൂലിപ്പട്ടാളം ബന്ദിയാക്കിയപ്പോൾ ഇന്ത്യയെ വിളിച്ചു, സഹായം ചോദിച്ചു. ഇന്ത്യൻ പട്ടാളം അവിടെ രക്ഷപ്പെടുത്തി, അതിന് നന്ദിയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ എന്താണ് അപ്പം എന്ന് പറഞ്ഞാൽ മാലദ്വീപ്, നേരത്തെ പറഞ്ഞ പോലെ മാലദ്വീപും ഇന്ത്യയും തമ്മിലുള്ള ദീർഘകാലത്തെ ബന്ധമുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വലിയ സഹായങ്ങളൊക്കെ ചെയ്തിരുന്ന ഒരു സൗഹൃദ ദേശമായിരുന്നു അത്. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടട്ടെ എന്നുകൊണ്ട് ഒരുപാട് ഘടിപ്പിക്കാതെ നഷ്ടം മാലദ്വീപിലാണ് എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയും ചെയ്യുകയാണ്. രഘുനന്ദൻ പറയുകയാണ്, കൊല്ലം ആനന്ദവല്ലീശ്വരത്ത് നിന്നും ചൊവ്വാഴ്ച രാത്രിയിൽ ഓട്ടോയിൽ വീട്ടിലോട്ട് പോയപ്പോൾ എൻ്റെ ബാഗ് നഷ്ടപ്പെട്ടു, കിട്ടുന്നവർ അടുത്ത പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണേ. രഘുനന്ദൻ തിരുമല പറഞ്ഞു. ചേട്ടാ, നമ്മൾ കൊല്ലത്ത് കലോത്സവ വിധിച്ച് കണ്ടായിരുന്നു, അപ്പോൾ പോയതാണോ? കഷ്ടമായി പോയല്ലോ. കിട്ടും, എന്തായാലും ഉറപ്പായിട്ട് കിട്ടും. ഓക്കെ. അപ്പോൾ അടുത്തൊരു വാർത്തയിലേക്ക് പോകുന്നു. നമ്മൾ കാടിറങ്ങി വന്ന വന്യത. ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ തോട്ടം തൊഴിലാളി മരിച്ചു. പന്നിയാർ എസ്റ്റേറ്റ് സ്വദേശി പരിമളമാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. നെടുങ്കണ്ടം എഴുകും വയലിൽ ഇറങ്ങിയത് പൂച്ചപ്പുലി എന്ന് വനം മന്ത്രി സ്ഥിരീകരിച്ചു. 6 കാട്ടാനങ്ങളടങ്ങുന്ന കൂട്ടമാണ് ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. തേയിലത്തോട്ടത്തിൽ ജോലിക്ക് പോകുന്നതിനിടെയായിരുന്നു പരിമളത്തിന് നേരെയുള്ള ആക്രമണം. ഗുരുതരമായി പരിക്കേറ്റ പരിമളത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അവർ തേയിലത്തോട്ടത്തിൽ തൊഴിലാളികളാണ്. രാവിലെ അവർ 8:30 പണിക്ക് പോകുമ്പോൾ നമ്മുടെ പന്തിരിക്കളത്തിനടുത്തും മറ്റേ പണിയാർക്ക് ഇടയ്ക്ക് വെച്ച് ഇവരെ ആണ് ചവിട്ടി. സ്ത്രീ തൊഴിലാളിയാ. അപ്പൊ ഒരാൾ ചവിട്ടി, ബാക്കിയുള്ളവരൊക്കെ ഓടി രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഇവരൊക്കെ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് കൂവിയൊക്കെ പിന്നെ ആണ് വിട്ടത് ഇവരെ. എസ്റ്റേറ്റിൽ നിലയുറപ്പിച്ച കാട്ടാനക്കൂട്ടം ഏറെ നേരം കഴിഞ്ഞാണ് കാട് കയറിയത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പരിമളത്തിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അതേസമയം നെടുങ്കണ്ടം കുട്ടൻകവലിലിറങ്ങിയത് പൂച്ചപ്പുലിയാണെന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചു. ഇവ മരത്തിന് മുകളിലിരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രചരിച്ചത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വനംവകുപ്പ് അറിയിച്ചു. 24 ഇടുക്കി. എന്നാ അല്ലേ, കടുവ, പുലി, ആന, കാട്ടുപോത്ത്, എരുമ ഒക്കെ പോരാഞ്ഞിട്ടാണ് പൂച്ചപ്പുലി. ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് പൂച്ചപ്പുലി. എന്തായാലും ഇത് ഉണ്ട്. പൂച്ചയുടെ ഫാമിലിയിൽപ്പെട്ട എന്നാൽ പുലിയുടെ സ്വഭാവവിശേഷങ്ങൾ കാണിക്കുന്ന, പൂച്ചയെ പോലെ ഇരിക്കുന്ന ഒരു ജീവിയാണ് എന്നാണ് പറയുന്നത്. കലികാലം. കേരള തമിഴ്നാട് അതിർത്തിയിലെ പന്തന്നൂരിൽ പുലി ആക്രമിച്ച് കൊലപ്പെടുത്തിയ 3 വയസ്സുകാരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തു. ബന്ധുക്കൾക്ക് വിട്ടു നൽകി. കുട്ടിയുടെ സ്വദേശമായ ജാർഖണ്ഡിലേക്ക് മൃതദേഹം ഇന്ന് കൊണ്ടുപോകും. അതേസമയം നരഭോജി പുലിയെ മുതുമല വന്യജീവി സങ്കേതത്തിലേക്ക് കൊണ്ടുപോയി പുലിയുടെ ആരോഗ്യം കൂടി പരിശോധിച്ച ശേഷം അടുത്ത ദിവസം മൃഗശാലയിലേക്ക് മാറ്റും. കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ച 10 ലക്ഷം രൂപ കൈമാറുകയും ചെയ്തു. അപ്പോൾ എന്താണ് ഈ പറയുന്ന പോലെ നമ്മൾ നേരത്തെയൊക്കെ പറയാറുള്ളതാണ്, ആ മേഖല എന്ന് പറഞ്ഞാൽ നമുക്ക് കേരളത്തിലെ ബഹുഭൂരിപക്ഷം മനുഷ്യർക്കോ ആ ജീവിതം നേരിട്ടറിയാത്ത കാരണം എത്രത്തോളം തീവ്രത നമുക്കൊക്കെ ഫീൽ ചെയ്യുമെന്ന് അറിയില്ല. പക്ഷേ അതിർത്തി മേഖലയിലെ ഈ വനം വന്യജീവി സംഘർഷം രാത്രിയിലടക്കം നമ്മൾ ഈ ഉയിര് കയ്യിൽ പിടിച്ച് ജീവിക്കുക എന്ന് പറയില്ല, അത്തരത്തിൽ ആധിയിൽ കഴിയുന്ന വലിയൊരു മേഖലയുണ്ട്. അങ്ങനെ ആവർത്തിച്ച് ഈ വനം വന്യജീവി ഏറ്റുമുട്ടൽ വാർത്ത വരുന്നത് സങ്കടകരമാണ്. നമ്മൾ അവർക്കൊപ്പം നിൽക്കേണ്ട സമയവുമാണ്. ഷെരീഫ് മുഹമ്മദ് പറയുന്നു, ആഷ്മി, ഒരിക്കലും മാലദ്വീപ് നമ്മുടെ ഇന്ത്യയുടെ സഹായമല്ലാതെ അയൽരാജ്യമായ ചൈനയുടെ സഹായത്തിനും അധിനിവേശത്തിനും വിട്ടുകൊടുക്കാൻ പാടില്ല. കൊടുത്താൽ അത് നമുക്ക് ആപത്താണ് എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രസിഡന്റ് ചൈനയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായും ഈ കുളം കലക്കുന്നതിൽ അല്ലെങ്കിൽ കുളം കലക്കുമ്പോൾ മീൻ പിടിക്കുന്നതിലൊക്കെ വളരെ സമർത്ഥരായ ചൈന ഏത് രീതിയിൽ ഉപയോഗപ്പെടുത്തുമെന്ന് അറിയില്ല. എന്തായാലും പ്രശ്നം പരിഹരിക്കപ്പെട്ടെ. ഈ എന്താണ് നമ്മുടെ ആരാണ് പറഞ്ഞത്, ഷെരീഫ് പറഞ്ഞത് ഒരു കൺസേൺ ആണ്, ഉറപ്പായും കൺസേൺ ആണ്.
രവീന്ദ്രൻ സി 24 സംസ്ഥാന സമ്മേളനത്തിൽ വരുമ്പോൾ അവിടെ അപേക്ഷകൾ എന്തെങ്കിലും തന്നാൽ സ്വീകരിക്കുമോ? താജ് ഇബ്രാഹിമിനെ കാണാൻ കഴിയുമോ? രവീന്ദ്രൻ തൃക്കാക്കര ഓടി വാട്ടാ, ഉറപ്പായും നമ്മൾ ഉറപ്പായിട്ട് കാണും. അപേക്ഷ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ വാ, നമുക്കെല്ലാം ഒന്ന് ഇരുന്ന് കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് കുറച്ച് നേരം ചിരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് പിരിയാം. ചില സർപ്രൈസുകളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ജോസഫ് പറയുന്നു ഹാഷ്മി ബ്രോ വന്യജീവി ആക്രമണം കൂടി വരുന്നല്ലോ. അത് തന്നെ ഞാൻ പറഞ്ഞത്, എല്ലാ മൃഗങ്ങളും കാടിറങ്ങിയാണല്ലോ, പൂച്ചപ്പുലി കേൾക്കാത്ത പുലി എന്ന് ജയന്തൻ DP പറയുന്നു. സത്യമാണ്, പുതിയ അവതാരങ്ങൾ കേട്ട് കാടിറങ്ങി വരികയാണ്. ദേവി ഹാഷ്മി ബ്രോ സുഖമല്ലേ? സുഖമാണ്. ജനുവരി 28 പ്രേക്ഷക മഹാസമ്മേളനത്തിൽ കാണാമല്ലേ? ഉറപ്പായും കാണാം. വരണമെന്ന് ആഗ്രഹമുണ്ട്, ഉറപ്പായും വരണം. എല്ലാവരെയും കാണാമല്ലോ, എല്ലാവരെയും കാണാം. സംസ്ഥാന സ്കൂൾ കലോത്സവം സമാപിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. 1ഉം 2ഉം സ്ഥാനത്തേക്കുള്ള കോഴിക്കോടും കണ്ണൂരും തമ്മിൽ വെറും 2 പോയിന്റുകളുടെ വ്യത്യാസം മാത്രമാണ്. പാലക്കാട് 3ാം സ്ഥാനത്തുണ്ട്. കോഴിക്കോടിനും പാലക്കാടിനും തുല്യ പ്രതീക്ഷയുള്ള ട്രിപ്പിൾ ജാസ് ശാസ്ത്രീയ സംഗീതം വയലിൻ മത്സരഫലം അതിനിർണായകമാണ്. 239 പോയിന്റുമായി പാലക്കാട് ആലത്തൂർ BSS ഗുരുകുലം HSS സ്കൂൾ തലത്തിലെ എവർ റോളിംഗ് ട്രോഫി ഉറപ്പിച്ചു. എന്തായാലും സ്കൂളിനെ മറികടക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാര്യം ഗുരുകുലം ബഹുദൂരം മുന്നിലാണ്. പക്ഷേ ജില്ലകളിൽ ഈ പറയുന്ന 2 പോയിന്റ് വ്യത്യാസമാണ്. എന്തും സംഭവിക്കാൻ കഴിയുന്ന, എന്തും സംഭവിച്ചേക്കാവുന്ന അവസ്ഥ. കോഴിക്കോട്ടുകാർ പറയുന്നു കോഴിക്കോടിന് തന്നെയാണ് ഇക്കുറി. എന്തായാലും കണ്ണൂരുകാർ പറയുന്നു അങ്ങനെ എളുപ്പത്തിൽ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് കണ്ണൂരും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അല്പസമയത്തരം അറിയാം, അധികം വൈകാതെ തന്നെ അറിയാം കോഴിക്കോടിനാണോ കണ്ണൂരിനാണോ. കോഴിക്കോടിനാണെങ്കിൽ അത് എന്താണ് ഈ കലോത്സവ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ കപ്പ് നേടിയ, ഏറ്റവും കൂടുതൽ തവണ ഹാട്രിക്കുകൾ സ്വന്തമാക്കിയ കോഴിക്കോട് ഒരിക്കൽ കൂടി കപ്പ് സ്വന്തമാക്കും. കണ്ണൂരാണെങ്കിൽ മറിച്ചെന്നാണ് ചരിത്രം. മത്സരിച്ച എല്ലാവർക്കും A ഗ്രേഡ് കിട്ടിയ ഒരു മത്സരമുണ്ടായിരുന്നു ഇത്തവണ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ. ഹൈസ്കൂൾ വിഭാഗം അക്ഷരശ്ലോക മത്സരത്തിൽ ജില്ലകളെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത 14 പേർക്കും A ഗ്രേഡ് കിട്ടി. കുട്ടികൾ ഗംഭീര പ്രകടനം നടത്തിയ അക്ഷരശ്ലോകം മത്സരം എന്താണ്, എങ്ങനെയാണ്, പലർക്കുമുള്ള സംശയത്തിന് ഉത്തരം ദാ. അക്ഷരാർത്ഥത്തിൽ ഒരു കൊടുക്കൽ വാങ്ങൽ തന്നെയാണ് അക്ഷരശ്ലോകം. രൂക്ഷമായ നിടിലേക്ഷണാഗ്നിലരക്ഷണേന ഹിയുകക്ഷയേ കക്ഷതുല്യമുലകിക്ഷമാദികമുപക്ഷിപിപ്പതിനു രക്ഷകൻ കൽക്കണ്ഠം മുന്തിരിങ്ങ പഴമടവട നെയ്പായസം തേൻ വരിക്കച്ചക്കത്തുണ്ടം പഴം പാൽ പൊരിമലരവലപ്പം കുളം നാളികേരം. നീ വന്നെൻ ഹൃദയാബ്ജ വീണ തൊടുമോ, നാദാമൃതം പെയ്യുമോ, നാവിൻ തുമ്പിലൊരിറ്റു തേൻ തടവുമോ. കലോത്സവങ്ങളിൽ പൊതുവെ ഗ്ലാമർ പകിട്ടിന് പുറത്താണ് ഈ ഇനം. ഇനി അക്ഷരശ്ലോകമെന്നാൽ പലർക്കും പലവിധ ധാരണകളാണു താനും. ശരിക്കും എന്താണ് അക്ഷരശ്ലോകം? അർത്ഥമുള്ള 4 വരി ശ്ലോകം, അതായത് ഒരു കവിതയിലെ അർത്ഥമുള്ള 4 വരിയാണ് നമ്മൾ ശ്ലോകമായിട്ട് എടുക്കുന്നത്. അതേപോലെ തന്നെ 4 വരിയാണ് അക്ഷരശ്ലോകം. അതിനകത്തെ 3ാമത്തെ പാദത്തിലെ ആദ്യത്തെ അക്ഷരം വെച്ചായിരിക്കും അടുത്ത ആൾ ചൊല്ലുന്നത്. അങ്ങനെ മത്സരത്തിലേക്ക് വരുമ്പോൾ 9 റൗണ്ട് ഈ ഒരു ക്രമത്തിൽ അല്ലെങ്കിൽ ഈ ഒരു നിയമത്തിൽ പോവും. 10ാമത്തെ റൗണ്ട് ഇഷ്ടമുള്ള ശ്ലോകം വെച്ചായിരിക്കും അവസാനിപ്പിക്കുക. മത്സരത്തിലേക്ക് വരുമ്പോൾ സംസ്കൃത വൃത്തത്തിലുള്ള ശ്ലോകങ്ങളെ ചൊല്ലാൻ സാധിക്കുകയുള്ളൂ. ഇത് പൊതുവെ വളരെ അന്യം നിന്നു പോകുന്ന ഒരു കലയാണ്. കാരണം ഇപ്പോൾ ഒരു മലയാളം ടീച്ചർ പോലും ചോദിച്ച ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്, എന്താണ് അക്ഷരശ്ലോകം എന്ന് പറയുന്നത്. പണ്ട് നമ്മുടെ ഒരു റിലാക്സേഷന് വേണ്ടി പണ്ട് വീട്ടുകാരെല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് കളിക്കുന്ന ഒരു കളിയായിരുന്നു, ഒരു വിനോദ കളിയാണ് അക്ഷരശ്ലോകം. പഠിച്ചെടുക്കാൻ വലിയ പാടൊന്നുമില്ല, ഓരോ അക്ഷരങ്ങൾ വെച്ചിട്ടും കുറേ പഠിക്കണം, അത്രയേ ഉള്ളൂ. നല്ല കോൺസെൻട്രേഷൻ കിട്ടുന്ന ഒരു നല്ലൊരു കേളി തന്നെയാണ് അക്ഷരശ്ലോകം എന്ന് പറയാം. കേരളത്തിലെ പേരുകേട്ട ആശാന്മാരിൽ നിന്നും വിദ്വാൻമാരിൽ നിന്നുമൊക്കെയാണ് കുട്ടികൾ അക്ഷരശ്ലോകം ഹൃദ്യസ്ഥമാക്കുന്നത്. പുതിയ കാലത്ത് ഓൺലൈനായി വരെ അവർക്ക് പരിശീലനം ലഭിക്കുന്നു. എറണാകുളത്തിലൊരു മാഷുണ്ട്, സുധീർ സാർ എന്ന് പറഞ്ഞിട്ട്. അന്നേരം മാഷ് ഓൺലൈനായിട്ട് ക്ലാസ് എടുത്ത് തരുമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഇത് പഠിച്ചത്. ഓൺലൈനായിട്ടൊക്കെ അക്ഷരശ്ലോകം പഠിക്കാൻ പറ്റുമോ? പഠിക്കാനോ, ഗൂഗിൾ മീറ്റിലേക്ക് കൂടെ എല്ലാം വിളിച്ച് ചേർത്തിട്ട് പഠിക്കാനോ. സത്യം പറഞ്ഞാൽ ഓൺലൈൻ ആയിട്ട് പഠിക്കുന്നതാണ് കുറച്ചുകൂടെ എളുപ്പം. ഓഫ്ലൈനായിട്ട് അടുത്ത് പോയി പഠിക്കുന്നത് പലർക്കും ഇപ്പോൾ പല ഡിസ്ട്രിക്റ്റിൽ നിന്നായതുകൊണ്ട് അത് ഭയങ്കര പാടായിരിക്കും. ഇപ്പോൾ എല്ലാം കൂടെ എല്ലാവരും ഒരുമിച്ച്. ഇല്ല, ആദ്യമൊക്കെ കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പഠിക്കാൻ. അപ്പോൾ ഒരു വർഷമായിട്ടേ ഉള്ളൂ. കഴിഞ്ഞ സബ് ജില്ലാ മത്സരത്തിന് ആ സമയത്താണ് ഞാൻ പഠിക്കാൻ തുടങ്ങിയത് ആദ്യമായിട്ട്.
ജില്ലകളിൽ കരുത്തു തെളിയിച്ചെത്തിയ 14 മത്സരാർത്ഥികൾക്കും ഫൈനൽ പോരാട്ടത്തിൽ മിന്നും വിജയം നേടാനായി എന്നതും ശ്രദ്ധേയം. VS രാഹുലിനൊപ്പം അലക്സ്, റാം മുഹമ്മദ്, 24 കൊല്ലം. അപ്പോൾ ചില്ലറ കളിയല്ല അക്ഷരശ്ലോകം, അത് ഗംഭീരമാണ്. അതിൽ പങ്കെടുത്ത കുട്ടികളൊക്കെ ഗംഭീരന്മാരാണ്. അപ്പോൾ അത് കാരണം അവർക്കെല്ലാം എ ഗ്രേഡും കിട്ടി. കുട്ടികൾക്കൊക്കെ വലിയൊരു അഭിനന്ദനം അറിയിക്കുകയാണ്. അതായത് ഒരു പ്രേക്ഷകർ ചോദിക്കുകയാണ്, ആഷ്മി ഭക്ഷണമൊന്നും കഴിക്കാറില്ലേ, ഒന്നും മെലിഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ ആഷ്മി കപ്പ് ഞങ്ങൾ കോഴിക്കോട് തന്നെ കൊണ്ടുപോകും, അതിനുവേണ്ടി ആരും കാത്തിരിക്കേണ്ട. മൂസ ഒമാനിൽ നിന്ന് പറയുകയാണ്. ചേട്ടാ ഇപ്പോൾ എന്താണ് നീളം കാരണം അറിയാത്ത, അപ്പോൾ 97 കിലോ ഉണ്ട്, കുറയ്ക്കണം, ഒരു മെലിച്ചിലുമില്ല. പിന്നെ കോഴിക്കോട് അത് പറയാറായിട്ടില്ല, 2 പോയിന്റ് വ്യത്യാസം മാത്രമേ ഉള്ളൂ. കണ്ണൂർ തൊട്ട് പിന്നിലുണ്ട്, കാത്തിരുന്ന് കാണാം. കലോത്സവ വേദികളുടെ പിന്നാമ്പുറം തേടിപ്പോയാൽ അവിടെയും കുറേ അധികം കലാകാരന്മാരെ കണ്ടെത്താം. കലോത്സവ വേദിയിലെത്തിയ 24 ടീം അംഗത്തിൻ്റെ ഒരു കലാപ്രകടനം കാണാം. കലോത്സവ വേദികളിൽ കഴിവുകളുടെ മാറ്റുരയ്ക്കലാണ്. എല്ലാ വേദിയിലും വിദ്യാർത്ഥികളുടെ കലാപ്രകടനം. വിദ്യാർത്ഥികളുടെ കഴിവും പ്രകടനവും മാത്രമാണ് പുറം ലോകം കലോത്സവ വേദികളിൽ കാണുന്നത്. എന്നാൽ വേദികളിൽ മാത്രമല്ല, അണിയറയിലും കലാകാരന്മാരാൽ സമ്പന്നമാണ്. ന്റെ പിന്നാമ്പുറ ടീമിൽ നിന്ന് തപ്പിയെടുത്ത ഒരു കലാകാരന്റെ പ്രകടനം കാണാം. 24ന്റെ ഓഡിയോ എഞ്ചിനീയറായ ജിജോയും ഒരു കൊച്ചുമിടുക്കൻ രോഹിത്തും ചേർന്ന് ഒരു സംഗീത വിരുന്നൊരുക്കി. വേദിയിലെത്തുന്ന മത്സരാർത്ഥികളുടെ കഴിവ് എല്ലാവരും ശ്രദ്ധിക്കുന്നതാണ്, എല്ലാവരും അറിയുന്നതാണ്. എന്നാൽ കലോത്സവ വിശേഷങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തുന്ന വേദിയിലെ പിന്നാമ്പുറത്തിരിക്കുന്ന കലാപ്രതിഭകളുടെ കഴിവ് പുറം ലോകം അറിയാറുണ്ടോ? അത്തരത്തിലുള്ള ഒരുപാട് കലാകാരന്മാർ എല്ലാ വേദിയുടെയും പുറകിലുണ്ടാകും. കൊല്ലത്ത് നിന്ന് ടീം 24. അപ്പോൾ നമ്മൾ 24 ടീഷർട്ടൊക്കെ ഇട്ടിരുന്ന ജിജോ നമ്മുടെ ഓഡിയോയിലെ മുത്താണ്. കണ്ടു കഴിഞ്ഞാൽ പരമസാധുവും പരമസാത്വികനുമാണ്. ചോദ്യം ചോദിച്ചാൽ നാണവും കാര്യങ്ങളും ഒക്കെയാണ്. പച്ചവെള്ളം പോലും ചവച്ചേ ഉറക്കുകയുള്ളൂ. പക്ഷേ ഇത്ര ഭീകരനാണ് എന്നുള്ളവരെ അറിയത്തില്ലായിരുന്നു. മാത്രമല്ല നമ്മുടെ PCR എന്ന് പറയുന്നത് എന്തെന്നും വന്നില്ല എന്നൊക്കെയുള്ള പാട്ട് അസാധ്യമായി വായിക്കും. അപ്പോൾ എന്തായാലും വരട്ടെ. ജിജോ കൊല്ലത്തുനിന്ന് ഇവിടെ വന്നാലുടൻ ജിജോയെ കൊണ്ട് ചില അഭ്യാസമുറകൾ പുറത്തെടുപ്പിക്കുന്നതായിരിക്കും. പ്രേക്ഷകരെയും കുറച്ചുകൂടി നല്ല പാട്ടുകൾ ഏതെങ്കിലും പരിപാടിക്ക് നമ്മൾ ജിജോയെ അവതരിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ രഞ്ജിത്ത് എസ് പിള്ള പറയുകയാണ്, ഹാഷ്മി അക്ഷരശ്ലോകം കാണുമ്പോൾ 1989 എറണാകുളത്തും 90 ആലപ്പുഴയിലും പങ്കെടുക്കാൻ പറ്റിയ കാര്യം ഓർമ്മ വരുന്നു. അപ്പോൾ പഴയ പ്രതിഭകൾ കൂടി നമ്മുടെ കമന്റ് ബോക്സിലുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ. പരിക്കിനോട് പടവെട്ടുന്ന ആയോധന കല ഓരോ ചുവടിലും ആവേശം നിറച്ചായിരുന്നു കലോത്സവ നഗരിയിൽ അവസാന ദിവസം പരിചമുട്ട് അരങ്ങിൽ നിറഞ്ഞാടിയത്. മധ്യ കേരളത്തിലെയും വടക്കൻ കേരളത്തിലെയും ക്രൈസ്തവർക്കിടയിൽ ഏറെ പ്രചാരമുള്ള ആയോധന കലയാണ് പരിചമുട്ട്. അരക്കച്ചമുറുക്കി ചടുലമായ ചുവടുകളുമായി ചാടിമറിഞ്ഞ് വേദിയെ ഇളക്കി മറിക്കുന്ന പ്രകടനം, മെയ്വഴക്കമാണ് പ്രധാനം. ഇത് കളരിപ്പയറ്റത്തിൻ്റെ മെയ്വഴക്കത്തോടെ അതിന് പ്രത്യേകമായ അടവും ചുവടും ചിട്ടപ്പെടുത്തി അതിൻ്റെ സംഗീത ക്രമങ്ങൾ ചിട്ടപ്പെടുത്തി ചിട്ടയോടുകൂടി വളരെ കൃത്യമായി പ്രാക്ടീസ് ചെയ്ത് കഠിനമായി ചെയ്യേണ്ട ഒരു കലാരൂപമാണ് പരിചമുട്ട് എന്ന് പറയുന്നത്. ഒരു വശത്ത് സദസ്സിൽ നിന്ന് കരഘോഷം, പുറത്ത് ആംബുലൻസുകൾ സജ്ജം. കളിക്കിടെ പരിക്കുപറ്റിയാലും താളത്തിനൊപ്പം ഒന്നും ശ്രദ്ധിക്കാതെ കളിക്കുമെന്നാണ് മത്സരാർത്ഥികൾ പറയുന്നത്. പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുമ്പം വാള് കൊണ്ടിട്ട് തലക്ക് മുറിയലുണ്ട്, കൈക്ക് മുറിയലുണ്ട്, കാക്ക് മുറിയലുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കളിക്കലാണ്. അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് പോകുമ്പോൾ കഴിഞ്ഞിട്ട് നമ്മെന്നെ മരുന്നെല്ലാം കൊണ്ടുവരും. മരുന്നെല്ലാം കൊണ്ടിട്ട് നമ്മെന്നെ വെച്ചിട്ട് ആദ്യം കളിക്കാൻ തുടങ്ങും. അപ്പോൾ ആടെന്നെ ആദ്യം മുറി, അങ്ങനെ മുറിവോട് മുറിവാണ് കളിച്ച്. അങ്ങനെ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഇപ്പോൾ ഒരു സ്റ്റേജിൽ വന്നിട്ട് കളിച്ച്.
അർഷക് ഏതായാലും സേഫ് ഡിസ്റ്റൻസിൽ വിഷ്വൽസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിതൊന്ന് പഠിക്കാൻ നോക്കി, പക്ഷെ ആയുധം വെച്ചുള്ള കളി ആയതുകൊണ്ട് അത്ര സേഫ് അല്ല എന്ന് തോന്നി. ഗോപിക സുരേഷ്, 24. അപ്പോൾ ഇത് മാത്രമല്ല, എന്ന് പറഞ്ഞാൽ ദഫ്മുട്ട്, കോൽക്കളി, ഈ പറയുന്ന സാധനമൊക്കെ ദീർഘനാളത്തെ അധ്യയനം, അഭ്യാസം ആവശ്യമുള്ള കാര്യങ്ങളാണ്. മാത്രമല്ല ഇതിൻ്റെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തൊക്കെ കയ്യിലും കാലിലൊക്കെ പരിക്ക് പറ്റുന്ന ഒരുപാട് നാളത്തെ ഡെഡിക്കേഷൻ ആവശ്യമുള്ള കുട്ടികളാണ്. അപ്പോൾ നമ്മൾ വേദിയിൽ കാണുന്ന ആ ഒരു ഇനത്തിന് പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടിൻ്റെയും വിയർപ്പിൻ്റെയും സങ്കടത്തിൻ്റെയും കണ്ണീൻ്റെയും കഥകളുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ആകത്തുകയാണ് ഒരു നല്ല പെർഫോമൻസ്. ബിജു കൃഷ്ണൻ പറയുകയാണ് പയ്യന്നൂരിൽ നിന്നും. അപ്പോൾ നിങ്ങളിലും കഴിവുള്ള ആൾക്കാരുണ്ടല്ലേ, എല്ലാവരും ആഷ്മിയുടെ പോലല്ല എന്ന് പറയുകയാണ്. ബിജുടാ തന്നെ വർത്തമാനം വേണ്ട. സുനിൽ എൻ എസ് പറഞ്ഞു, അക്ഷരശ്ലോകം എന്ന മത്സരം എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് മണിച്ചിത്രത്താഴ് എന്ന സിനിമയിലെ ഇന്നസെൻറ്റിൻ്റെ താക്കോലെടുക്കാതെ രണോദയത്തിൽ എന്ന ശ്ലോകമാണ് എന്നും പറയുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മൾ ഇനി ബിസിനസ് ലോകത്തേക്കൊന്ന് പോകുന്നു. ബിസിനസ് വാർത്തകളുണ്ട്. മാർക്കറ്റ് വ്യൂ ആണ്. കൃഷ്ണ ചെറിയാൻ ചേരും. അതിനുശേഷം പെട്ടെന്ന് നമ്മൾ തിരികെ വാർത്തയിലേക്ക്. ഗുഡ് ആഫ്റ്റർനൂൺ. മാർക്കറ്റ് വ്യൂവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം ബിസിനസ് പ്രധാന തലക്കെട്ടുകൾ. തിരുത്തൽപാതയിലേക്ക് തിരിച്ചെത്തിയ ഓഹരി വിപണികൾ. വ്യാപാര തുടക്കത്തിൽ 72,000 കടന്ന സെൻസെക്സ് 500 പോയിന്റ് വരെ ഇടിഞ്ഞു. FMCG, ഫാമ, മെറ്റൽ ഓഹരികൾ ഇടിവിൽ. ഹരിതോർജ്ജ വ്യവസായത്തിന് ഉപകമ്പനി സ്ഥാപിക്കാൻ ഓയിൽ ഇന്ത്യ. പ്രധാനമന്ത്രി കിസാൻ പദ്ധതി വഴി നൽകുന്ന തുക 6,000 നിന്ന് 8,000 രൂപയായി കൂട്ടുമെന്ന് സൂചന. പുതിയ ആദായ നികുതി സ്കീമിൽ ഇളവ് പരിധി 7.5 ലക്ഷം രൂപയായി ഉയർത്തിയേക്കും. 2024 ഇടക്കാല ബജറ്റിൽ കർഷകർക്കും യുവജനങ്ങൾക്കും വനിതകൾക്കും കൂടുതൽ പിന്തുണ നൽകാൻ കേന്ദ്ര സർക്കാർ. സൗജന്യ റേഷൻ പദ്ധതി വിഹിതവും വർദ്ധിപ്പിച്ചേക്കുമെന്ന് റിപ്പോർട്ട്. വാൾമാർട്ട് ഉടമസ്ഥതയിലുള്ള ഫ്ലിപ്കാർട്ടിൽ കൂട്ടപ്പിരിച്ചുവിടലിന് നീക്കം. മൊത്തം തൊഴിൽ ശക്തിയിൽ 5 മുതൽ 7 വരെ ശതമാനം വെട്ടിക്കുറയ്ക്കുമെന്ന് ദ ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട്. ഏപ്രിലിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ വെട്ടിക്കുറയ്ക്കൽ പൂർത്തിയാക്കും. ഉള്ളി, തക്കാളി വില കുറഞ്ഞതിനെ തുടർന്ന് വെജിറ്റേറിയൻ താലിക്ക് 3% വില കുറഞ്ഞു. നവംബറിലെ 30.5 രൂപയിൽ നിന്ന് ഡിസംബറിൽ 29.5 രൂപയായി കുറഞ്ഞെന്ന റേറ്റിംഗ് ഏജൻസി ക്രിസിലിന്റെ റോട്ടി റൈസ് സൂചിക. ഇറച്ചിക്കോഴി വിലയിടിവിനെ തുടർന്ന് നോൺ വെജ് താലി വില 5% കുറഞ്ഞെന്നും കണക്ക്. ഉഷാറായി രാജ്യത്തെ വാഹന വിപണി. ഡിസംബറിലെ ചില്ലറ വിൽപ്പന 21%, പോയ വർഷം 11% കൂടിയെന്ന് ഫെഡറേഷൻ ഓഫ് ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷൻ. കാർഷിക, വ്യവസായ മേഖലകൾ മെച്ചപ്പെട്ടത് വിപണിക്ക് തുണയായെന്ന് ഫാഡ പ്രസിഡന്റ് മനീഷ് രാജ് സിംഘാനിയ. ചൈനയിലെ ഐഫോൺ വിൽപ്പനയിൽ 30% ഇടിവെന്ന് ജെഫ്രീസ്. തമിഴ്നാട്ടിൽ 6,180 കോടിയുടെ കൂടെ നിക്ഷേപം നടത്തുമെന്ന് ഹ്യുണ്ടായി മോട്ടോർ ഇന്ത്യ. പുതിയ നിക്ഷേപം 10 വർഷത്തേക്കുള്ള 20,000 കോടിക്ക് പുറമെ. തുക വിനിയോഗിക്കുക ഹൈഡ്രജൻ വിഭവ കേന്ദ്ര നിർമ്മാണത്തിനടക്കം. തമിഴ്നാട് ആഗോള നിക്ഷേപക സംഗമത്തിൽ ധാരണാപത്രം ഒപ്പുവെച്ചു. മറ്റ് ബിസിനസ് വാർത്തകളുണ്ട്. ബോയിംഗ് 737 മാക്സ് 9 ജെറ്റ് വിമാനം പൊട്ടിത്തെറിച്ചതിനെ തുടർന്നും അതുപോലെ വാതിലിന് തടസ്സമുണ്ടായതിനെ തുടർന്നുമൊക്കെ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്പിരിറ്റ് എയറോസിസും ബോയിങ്ങും അന്വേഷണം നേരിടുകയാണ്. അതുകൊണ്ട് തന്നെ ബോയിങ് കമ്പനിയുടെ കാര്യത്തിൽ ചില പ്രതിസന്ധികൾ നിലനിൽക്കുന്നു. അത് ചെങ്കടൽ ആക്രമണങ്ങൾ വ്യാപാരത്തിൽ ചില പ്രതിസന്ധികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ക്രൂഡ് ഓയിൽ വില കൂട്ടുമോ എന്ന് ഉറ്റുനോക്കുകയാണ് വിപണി. അതേപോലെ തന്നെ വിപണി ബുള്ളിഷ് ആണെങ്കിലും ഇനിയുള്ള കയറ്റം അത്ര സുഗമമാകുമോ എന്ന് ഉറ്റുനോക്കുകയാണ് വിദഗ്ധർ. എന്തായാലും ഇന്ന് വിപണി നോക്കിക്കഴിഞ്ഞാൽ രാവിലെ ഒരു നേരിയ നേട്ടമായിരുന്നു. പക്ഷെ ആ നേരിയ നേട്ടം ഇപ്പോൾ മറികടന്ന് വീണ്ടും വിപണികൾ ആ ഒരു തിരുത്തൽ പാതയിലേക്ക് പോയിരിക്കുകയാണ്. നിഫ്റ്റി 134 പോയിന്റ് ഇടിഞ്ഞ് 21,576 വ്യാപാരം നടക്കുന്നത്. ഓപ്പണിംഗ് 21,747 ഏറ്റവും താഴെ 21,552. അപ്പോഴും 21,500 എന്ന നിലയിൽ നിന്ന് താഴേക്ക് പോകുന്നില്ല എന്നത് ആശ്വാസകരമാണ്. നിഫ്റ്റി ബാങ്ക് ഓഹരികളും ഇടിവിലാണ്. 391 പോയിന്റ് ഇടിഞ്ഞ് 47,767. അതേപോലെ തന്നെ ഫൈനാൻഷ്യൽ സർവീസസും 109 പോയിന്റ് ഇടിവിലാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. ഇനി ബോംബെ ഓഹരി സൂചികയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും 500 പോയിന്റ് വരെ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ അത് കുറഞ്ഞ് 430 പോയിന്റിൽ 71,595 72,000 താഴെയാണ് വ്യാപാരം നടക്കുന്നതെന്ന ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമ്മൾ അമേരിക്കൻ ഡോളറിന്റെ വില നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രൂപ കൂടുതൽ മുന്നേറുകയാണ്. ഇപ്പോൾ രൂപ 0.9 അതായത് 10 പൈസയ്ക്ക് തൊട്ട് താഴെ മുന്നേറുകയാണ്. 83 രൂപ 0.9 ഒരു ഡോളറിന്റെ ഇന്നത്തെ നിരക്ക്.
ഇനി നമ്മൾ പെട്ടെന്ന് തന്നെ അതിഥിയിലേക്ക് പോവുകയാണ്. DBFSന്റെ MD പ്രിൻസ് ജോർജ് ആണ്. ശ്രീ പ്രിൻസ് ജോർജ്, ഗുഡ് ആഫ്റ്റർനൂൺ. എന്തായാലും രാവിലെ പറഞ്ഞതുപോലെ തന്നെ വിപണി വീണ്ടും ഒരു തിരുത്തലിലേക്ക് പോകുന്നു. നമ്മൾ ഉദ്ദേശിച്ച പോലെ ആ നേരിയ നേട്ടം വീണ്ടും നഷ്ടത്തിലേക്ക് പോകുന്നു. 500 പോയിന്റ് വരെയൊക്കെയാണ് സെൻസെക്സ് ഇടിഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ മെറ്റൽ ഓഹരികൾക്കും ഫാർമ ഓഹരികൾക്കും ഒക്കെ ഇടിവാണല്ലോ. ഗുഡ് ആഫ്റ്റർനൂൺ ക്രിസ്റ്റീന. അത് ഒരു കറക്ഷന്റെ ഒരു തീവ്രതയിലാണ് ഇപ്പം മാർക്കറ്റ് നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് കറക്ഷൻ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ എപ്പോഴും പോസിറ്റീവ് ന്യൂസുകളും നെഗറ്റീവ് ന്യൂസുകളും ഉണ്ടല്ലോ. ഇപ്പൊ ഇന്ന് കുറച്ച് നെഗറ്റീവ് ന്യൂസുകൾക്ക് മുൻതൂക്കം ഇപ്പം കിട്ടിയിട്ടുണ്ട്. അതായത് ഈ റെഡ് സീയിലെ ആക്രമണങ്ങളും ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ്സുകളെ ബാധിക്കുന്ന തരത്തിലുള്ള ഗ്ലോബൽ ന്യൂസുകൾ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലാണെങ്കിൽ ഇപ്പൊ റിസൾട്ടുകൾ വന്ന കമ്പനികളിലൊക്കെ ഈ റിസൾട്ടുകളെ പറ്റി മാർക്കറ്റിന് വലിയ പ്രതീക്ഷയായിരുന്നു. അതായത് ഓൾറെഡി തന്നെ മാർക്കറ്റ് അത് പ്രൈസ്ഡ് ഇൻ ആണെന്ന് ഞങ്ങൾ പറയുന്നത്, നല്ല റിസൾട്ട് വരുമെന്നുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഉദ്ദേശിച്ച അത്രയും ലെവലിലേക്ക് ഒരു റിസൾട്ട് വരാത്തപ്പോൾ ചില ആളുകൾക്കെങ്കിലും ചില നിരാശയോ അല്ലെങ്കിൽ ഡിസപ്പോയിന്റ്മെന്റോ ഉള്ളത് കൊണ്ടാണ് അവർ സെല്ലേഴ്സ് ആയിട്ട് മാറുന്നത്. ഇത് രണ്ടുമാണ് ഈ കറക്ഷനിലേക്ക് ട്രിഗർ ചെയ്തിരിക്കുന്നത്. ഈ കറക്ഷൻ അത്ര ഒരു മോശമായിട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ നമ്മുടെ പ്രശ്നം ഈ കറക്ഷൻ എവിടെ കൊണ്ട് നിൽക്കും എന്നുള്ളതാണ്. ഇപ്പൊ താങ്കൾ പറഞ്ഞ ഒരു ലെവല് 21,500 തന്നെ നിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ കുറച്ച് സംശയമുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 3-4 ദിവസവും കൂടെ തന്നെ ഈ കറക്ഷൻ കണ്ടിന്യൂ ചെയ്യാം. ഇടയ്ക്ക് ഇനി ഈ കറക്ഷൻ ഈ ട്രെൻഡിൽ നിന്ന് മാറി മാർക്കറ്റ് വരണമെന്നുണ്ടെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു പോസിറ്റീവ് ന്യൂസ് വന്നാൽ മാത്രമേ ആ ട്രെൻഡ് പെട്ടെന്ന് മാറത്തുള്ളൂ. അപ്പൊ ആ പോസിറ്റീവ് ന്യൂസ് വരാനായിട്ടുള്ളത് ഈ ഹാഫ് ഇയർലി അല്ലെ ക്വാർട്ടർലി റിസൾട്ടുകൾ തന്നെയാണ്. അപ്പൊ അതിൽ ഏതെങ്കിലും 3-4 ഫ്രണ്ട് ലൈൻ കമ്പനികൾ, ഇപ്പൊ റിലയൻസോ ICICI ബാങ്കോ അല്ലെങ്കിൽ HDFC ബാങ്കോ പോലെയൊക്കെയുള്ള ഫ്രണ്ട് ലൈൻ കമ്പനികളുടെ റിസൾട്ട് വളരെ മികച്ചതാണെങ്കിൽ ഈ കറക്ഷൻ അവിടെ എൻഡ് ചെയ്യുന്ന ഒരു സൂചനകൾ കിട്ടും. അല്ലെങ്കിൽ ഈ പതിയെ ഒരു സൈഡ് വേസ് ഗ്രൈൻഡ് ഡൗൺ ഉള്ള ഒരു മാർക്കറ്റാണ്. പക്ഷെ ഇത് ഒരു കാര്യം, ആളുകൾ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചുള്ള അവരങ്ങനെ വലിയ പരിഭ്രാന്തരാകേണ്ട കാര്യമൊന്നുമില്ല. കാര്യം ഈ കറക്ഷൻ ഒക്കെ കഴിഞ്ഞ് ലോങ് ടൈം ട്രെൻഡ് ഇപ്പോഴും ഇൻടാക്ട് ആണ്. നിയർ ടൈം ട്രെൻഡിൽ മാത്രമേ ഉള്ളൂ പ്രശ്നം. ശരി, അതേപോലെ വിപണി ഒരു കറക്ഷനിലായിരിക്കുമ്പോൾ എന്തായാലും പുതിയ നിക്ഷേപകർക്ക് വാങ്ങിക്കാനുള്ള ഒരു സാഹചര്യം കൂടിയാണ്. എന്തായാലും വിപണി വിശകലനം നടത്തുകയായിരുന്നു ശ്രീ പ്രിൻസ് ജോർജ്. മാർക്കറ്റ് വ്യൂവിന്റെ നൂൺ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വൈകുന്നേരം 4:45 വീണ്ടും കാണാം. നമസ്കാരം. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കുറച്ചെങ്കിലുമൊക്കെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്ന് കരുതുകയാണ്. ബാക്കി പ്രേക്ഷകരും അധികം വൈകാതെ ഭക്ഷണം കഴിക്കുക. ഉച്ചയോട് വൈകരുത് എന്നാണ് പറയുന്നത്, അധികം വൈകരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് പ്രേക്ഷകർ കോഴിക്കോട് എത്ര, കണ്ണൂർ എത്ര, കൺഫ്യൂഷൻ ഉണ്ടല്ലോ, ആരാണ് മുന്നിൽ, പാലക്കാട് എത്ര ചോദിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കോഴിക്കോട് 924 പോയിന്റുമായി 1-ാം സ്ഥാനത്തുണ്ട്. കണ്ണൂർ 922 പോയിന്റുമായി 2-ാം സ്ഥാനത്താണ്. 2 പോയിന്റ് മാത്രമാണ് വ്യത്യാസം. ഇനി ബാക്കിയുള്ള ഇനങ്ങൾ എന്ന ആകാംക്ഷ കൂട്ടുന്നത്, ബാക്കിയുള്ള ഇനങ്ങൾ 2 ജില്ലയ്ക്കും നല്ല സ്വാധീനമുള്ള ഇനങ്ങളാണ് ബാക്കി വരാനുള്ള ട്രിപ്പിൾ ജാസ് അടക്കമുള്ള ഇനങ്ങൾ. അപ്പോൾ ഇത് കഴിയുമ്പോഴേ എന്താണെന്ന് പറയാൻ കഴിയുള്ളൂ. കട്ടയ്ക്ക് കട്ട പോരാട്ടമാണ്, ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്, ഒരു തർക്കവുമില്ല. തീവാറും പോരാട്ടമാണ് അവിടുത്തെ കൊടിയ വെയിലത്ത്. നെജി ഉമർ കൂടി ചോദിക്കുന്നു, വൈകിട്ട് സമ്മാനദാനത്തിന് മമ്മൂട്ടി വരുമ്പോൾ ലൈവ് കാണുമോ? അതന്നെ ചോദ്യമാണ്. മമ്മൂട്ടി വരുമ്പോൾ ലൈവ് ഇല്ലാന്ന് പിന്നെ നമ്മൾ എന്താ ഉറപ്പായുണ്ട്. നിതിൻ ഘോഷ് ചോദിക്കുകയാണ്, ഹാഷ്മി വിച്ച് ഏജ് ബെസ്റ്റ് ടു മാരി? ഐ ആം 30 എന്ന് ചോദിക്കുകയാണ്. നിതിൻ വാർത്താ ബുള്ളറ്റിൻ. എന്നാലും 30 വയസ്സായില്ലേ, ജോലിയും കൂലിയൊക്കെ ആണെന്നെങ്കിലും കെട്ട് അല്ലേ, അത് നല്ലത്. അപ്പോൾ നിതിൻ ഘോഷ് എന്നുള്ള 30 വയസ്സുള്ള എന്താണ് നല്ല സുന്ദരനും സുമുഖനും മറ്റ് ദുശീലങ്ങളൊന്നും ഇല്ലാത്ത ചെറുപ്പക്കാരനും വധുവിനെ തേടുന്നു പറയട്ടെ നിതിനെ. ഓക്കെ, അടുത്ത വാർത്ത. മലപ്പുറം കാടാമ്പുഴയിൽ തൊഴിലാളി കിണറ്റിൽ കുടുങ്ങി. കിണറ്റിലെ മണ്ണ് വൃത്തിയാക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. തമിഴ്നാട് സ്വദേശി PP മണിയാണ് അപകടത്തിൽപ്പെട്ടത്. മണിയെ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചു. വിവരങ്ങളുമായി സമീർ ബിൻ കരീം ചെയ്യുന്നു. സമീർ, മണിയുടെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണ്? ഹാഷ്മി, ഈ മണിയുടെ ആരോഗ്യാവസ്ഥ നിലവിൽ തൃപ്തികരമാണ്. കാര്യമായ പരിക്കുകൾ ഇയാൾക്കില്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യം. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. കാടാമ്പുഴയിലുള്ള ഒരു സ്വകാര്യ വ്യക്തിയുടെ കിണർ വൃത്തിയാക്കുന്നതിന് വേണ്ടിയാണ് ഈ തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള PP മണി എത്തിയത്. അങ്ങനെ വൃത്തിയാക്കുന്നതിനിടയിൽ മണ്ണ് ഈ അടർന്ന് വീണ് ഈ PP മണി ഈ കിണറിലേക്ക് വീഴുകയായിരുന്നു. തുടർന്ന് ഇദ്ദേഹത്തിന് കയറാൻ കഴിയാത്ത വിധം കിണറിൽ കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നാട്ടുകാർ ഏറെ നേരം ശ്രമിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. പിന്നീട് മലപ്പുറത്ത് നിന്നും ഫയർഫോഴ്സ് എത്തി ഇയാളെ മുകളിലേക്ക് എത്തിച്ച് കാടാമ്പുഴയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഹാഷ്മി, അപ്പോൾ എന്താ രക്ഷപ്പെടുത്താൻ പറ്റി പെട്ടെന്ന് തന്നെ. ആരോഗ്യത്തിന് കാര്യമായ പ്രശ്നങ്ങളില്ല. അപ്പോൾ അതിൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത എല്ലാവരും ഒരു അഭിനന്ദനം അറിയിക്കുന്നുമുണ്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ ഹോം ഷീൽഡ്, സയന്റിഫിക് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ്.
ഇർഷാദ് ചോദിക്കുന്നു, ആഷ്മി ഗോപിനാഥ് മുതുകാടിനെ ജനകീയ കോടതിയിൽ കൊണ്ടുവരുമോ? ഇപ്പോൾ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ ഒരു ക്ലാരിറ്റി തരാൻ അദ്ദേഹത്തിന് കഴിയുമല്ലോ. ഉറപ്പായും ആലോചിക്കാവുന്ന നിർദ്ദേശമാണ്, ഉറപ്പായി ശ്രമിക്കുന്നതുമാണ്. കുടുംബശ്രീ കേരള ഫുഡീസ് ക്ലബ്ബ് പറയുന്നു, കുടുംബശ്രീ സബ്സിഡി കൃത്യമായി കിട്ടാത്ത അവസ്ഥയുണ്ട്, ഗവൺമെൻറ് എത്രയും വേഗം ഈ വിഷയത്തിൽ നടപടി സ്വീകരിക്കണം എന്നും പറയുകയാണ്. ഓക്കെ, അത് കുറേ നാളായി കേൾക്കുന്നൊരു പരാതിയാണ്, പരിഹാരം ഉണ്ടാകും എന്ന് കരുതുകയും ചെയ്യാം. ബംഗ്ലാദേശിനെ നയിക്കാൻ വീണ്ടും ഷെയ്ഖ് ഹസീന. ബംഗ്ലാദേശിൽ തുടർച്ചയായ 4ാം തവണയും ഷെയ്ഖ് ഹസീന അധികാരത്തിലേക്ക്. 3-2 സീറ്റ് ഭൂരിപക്ഷത്തോടെയാണ് അവാമി ലീഗിന്റെ വിജയം. പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചതോടെയാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് വഴി എളുപ്പമായത്. ഇതോടെ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന വനിതാ ഭരണാധികാരി എന്ന നേട്ടം ഷെയ്ഖ് ഹസീന നിലനിർത്തുകയാണ്. അക്രമ പരമ്പരകൾക്കിടയിലാണ് ഇന്നലെ ബംഗ്ലാദേശിൽ 12ാം പൊതു തെരഞ്ഞെടുപ്പ് നടന്നത്. ആകെയുള്ള 300 സീറ്റുകളിൽ 299 സീറ്റുകളിലേക്കായിരുന്നു തെരഞ്ഞെടുപ്പ്. പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയും സഖ്യകക്ഷികളും തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചതോടെ 3-2 സീറ്റും നേടിയാണ് ഷെയ്ഖ് ഹസീനയുടെ ജയം. 1986 ശേഷം ഗോപാൽഗഞ്ച് 3 മണ്ഡലത്തിൽ നിന്നും 8ാം തവണയാണ് ഷെയ്ഖ് ഹസീന വിജയിക്കുന്നത്. 2,49,965 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയം. എതിരാളിയായ ബംഗ്ലാദേശ് സുപ്രീം പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് കേവലം 469 വോട്ടുകൾ. അവാമി ലീഗ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ബംഗ്ലാദേശ് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ഷാക്കിബ് അൽ ഹസൻ ലഭിച്ചത് വമ്പൻ ഭൂരിപക്ഷം. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ബംഗ്ലാദേശ് തെരഞ്ഞെടുപ്പുകൾ സുതാര്യമല്ലെന്ന് ആരോപിച്ചിരുന്നുവെങ്കിലും ഇന്ത്യയും ചൈനയും റഷ്യയും ബംഗ്ലാദേശിനെ പിന്തുണച്ചു. 300ഓളം വിദേശ നിരീക്ഷകരെയും മാധ്യമപ്രവർത്തകരെയും തെരഞ്ഞെടുപ്പ് നിരീക്ഷിക്കാൻ സർക്കാർ അനുവദിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം 40% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. 1991 രാജ്യത്ത് ജനാധിപത്യം പുനഃസ്ഥാപിച്ച ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ വോട്ടർ സാന്നിധ്യമാണിത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. പവിത്രൻ പാതിരാപ്പറ്റ പറയുകയാണ്, അതായത് എത്തി ജോലി തിരക്കിലായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, എവിടെ പാതിരാപ്പറ്റിൽ നമ്മുടെ സ്വന്തം ചേട്ടൻ എവിടെ ചോദിക്കുമായിരുന്നു, ആലോചിക്കായിരുന്നു. അത് വന്നത് സന്തോഷം. ശ്രീവിദ്യം പറയുന്നു, കോഴിക്കോട് നിന്നൊരു കപ്പ് കൊല്ലത്തെ കൊണ്ടുവന്നിട്ടുണ്ട്, അത് കോഴിക്കോട്ടേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകാൻ സമയമായോ എന്ന് ചോദിക്കുകയാണ്. ആത്മവിശ്വാസത്തിൻ്റെ അങ്ങേയറ്റമാണത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒന്നും പറയാറായിട്ടില്ല ശ്രീവിദ്യ. എന്ന് പറഞ്ഞാൽ 924, 922 ഇനിയുള്ള ഇനങ്ങളിലൊക്കെ നിങ്ങൾക്കും കോഴിക്കോട്ടുകാർക്കും കണ്ണൂരുകാർക്കും തുല്യമായ വലിയ സ്വാധീനമുള്ള ഇനങ്ങളാണ് ഇനിയുള്ളത്. ഒന്നും പറയാറായിട്ടില്ല, പറയാൻ വരട്ടെ. സിനഡിന് തുടക്കം. പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കാനായി സിറോ മലബാർ സഭാ സിനഡിന് തുടക്കമായി. സിനഡിന്റെ ആദ്യ ദിനമായി ഇന്ന് പ്രാർത്ഥനകൾക്കും ധ്യാനത്തിനുമായി മാറ്റിവെച്ചിരിക്കുകയാണ്. നാളെ മുതലാണ് വോട്ടെടുപ്പ് അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് സിനഡ് കടക്കുക. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സഭാധ്യക്ഷ സ്ഥാനം രാജിവെച്ച സാഹചര്യത്തിലാണ് പുതിയ അധ്യക്ഷനെ കണ്ടെത്താനുള്ള സഭാ സിനഡ്. ശനിയാഴ്ച വരെ നടക്കുന്ന സിനഡിൽ രഹസ്യ ബാലറ്റ് ഉപയോഗിച്ചുള്ള വോട്ടെടുപ്പിലൂടെയാണ് പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കുന്നത്. വോട്ട് ചെയ്യാനുള്ള പ്രായപരിധി 80 വയസ്സായതിനാൽ സിനഡിൽ പങ്കെടുക്കുന്ന 53 മെത്രാൻമാർക്കാണ് വോട്ടവകാശമുള്ളത്. തെരഞ്ഞെടുപ്പിൽ 3-2 ഭൂരിപക്ഷം ലഭിക്കുന്ന ആളാകും മേജർ ആർച്ച് ബിഷപ്പ് പദവിയിലേക്ക് എത്തുക. ആദ്യ റൗണ്ടിൽ ഒരാൾ 3-2 ഭൂരിപക്ഷത്തിലേക്ക് എത്തിയില്ലെങ്കിൽ വീണ്ടും വോട്ടെടുപ്പ് നടക്കും. ഇങ്ങനെ ഒരാൾ 3-2 ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുക്കുന്നതുവരെ 5 റൗണ്ട് വോട്ടെടുപ്പ് വരെ നടന്നേക്കാം. 5 റൗണ്ടിലും ഒറ്റപ്പേരിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ വീണ്ടും വോട്ടെടുപ്പ് നടത്തി കേവല ഭൂരിപക്ഷം ലഭിക്കുന്നയാളെ അധ്യക്ഷനായി തെരഞ്ഞെടുക്കും. പുതുതായി തെരഞ്ഞെടുക്കപ്പെടുന്ന മേജർ ആർച്ച് ബിഷപ്പിന് വത്തിക്കാനിൽ നിന്നുള്ള അംഗീകാരം ലഭിക്കുന്നതോടെയാണ് ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാവുക. സിനഡിന്റെ മുഖ്യ അജണ്ട അധ്യക്ഷ തെരഞ്ഞെടുപ്പ് മാത്രമായതിനാൽ സഭയുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളിൽ ചർച്ചയുണ്ടാകില്ല. പുതുതായി തെരഞ്ഞെടുക്കപ്പെടുന്ന മേജർ ആർച്ച് ബിഷപ്പ് ഔദ്യോഗിക പദവി ഏറ്റെടുത്തതിനു ശേഷം ചേരുന്ന സിനഡിലാകും കുർബാന തർക്കം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാവുക. 24 കൊച്ചി. ഇപ്പോൾ വരുന്ന വാർത്ത, രാജാക്കാട് കനകപ്പുഴയിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു എന്ന സങ്കട വാർത്തയാണ്. ഒട്ടാത്തി സ്വദേശി സെൽവകുമാറാണ് മരിച്ചത്. സുഹൃത്ത് ശക്തികുമാറിന് ഗുരുതരമായ പരിക്കുണ്ട്. അപകട മരണങ്ങളില്ലാത്ത ഒരു ദിവസം പോലും ഇല്ലെങ്കിൽ കഷ്ടമാണ്. ഏകീകൃത കുർബാന അർപ്പിക്കുന്നത് ഒരു വിഭാഗം തടയാൻ ശ്രമിച്ചതിനെ തുടർന്ന് കാക്കനാട് സെന്റ് ഫ്രാൻസിസ് അസീസി പള്ളിയിൽ സംഘർഷം. പ്രതിഷേധക്കാർ പള്ളി വികാരിയുടെ മുറിയിൽ കുത്തിയിരുന്നതോടെ തിരുവസ്ത്രം ധരിക്കാതെയാണ് വികാരി കുർബാന ചൊല്ലിയത്. സംഘർഷ സാധ്യത ഒഴിവാക്കാൻ സ്ഥലത്തെത്തിയ പോലീസ് ചർച്ച നടത്തിയതിന് പിന്നാലെ ഇരുവിഭാഗവും പിരിഞ്ഞുപോയി. ഭാഗ്യം. കാക്കനാട് സെന്റ് ഫ്രാൻസിസ് അസീസി ദേവാലയത്തിൽ രാവിലെ ഏകീകൃത കുർബാന അർപ്പിക്കാൻ വികാരി ആന്റണി മാങ്കൂറി തയ്യാറായതോടെയാണ് പ്രതിഷേധങ്ങൾക്ക് തുടക്കം. ജനാഭിമുഖ കുർബാനയെ അനുകൂലിക്കുന്നവർ വികാരിയുടെ മുറിയിൽ കുത്തിയിരുന്നു.
പ്രതിഷേധത്തെ തുടർന്ന് തിരുവസ്ത്രം ധരിക്കാതെയാണ് വികാരി ആന്റണി മാങ്കുറി അൾത്താരയിൽ ഏകീകൃത കുർബാന അർപ്പിച്ചത്. സംഘർഷ സാധ്യത ഉടലെടുത്തതോടെ പോലീസ് സ്ഥലത്തെത്തി. ഇരുവിഭാഗവുമായി ചർച്ച നടത്താനുള്ള ആദ്യ ശ്രമം പാളി. പിന്നാലെ രൂക്ഷമായ വാക്കുതർക്കം. കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് വാങ്ങും വരെ കുർബാന നടത്തേണ്ട എന്ന പോലീസ് നിർദ്ദേശം വികാരി തള്ളി. വിഷയത്തിൽ ഇന്ന് വൈകിട്ട് തീരുമാനമെടുക്കാമെന്ന് ഫാദർ ആന്റണി മാങ്കുറി അറിയിച്ചു. ഏകീകൃത കുർബാന അർപ്പിക്കാൻ ശ്രമിച്ചാൽ നാളെയും കുർബാന തടയുമെന്ന നിലപാടിലാണ് ഒരു വിഭാഗം. ഞങ്ങളെ സംബന്ധിച്ച് സിനഡ് കുർബാന എതിർക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അതായത് എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ള 300-ൽ കൂടുതൽ പള്ളികളിൽ നടക്കുന്ന ജനാവ കുർബാനയാണ്. ഇവിടെ 10-60 വർഷം കൊണ്ട് നടക്കുന്നത് ജനാവ കുർബാനയാണ്. ആ കുർബാന ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഇവിടെ 90% ആൾക്കാരും. ഏതാനും കുറച്ച് ആൾക്കാരും പിന്നെ പുറത്ത് പള്ളികളിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് ഇവിടെ വന്നിട്ട് ഈ കുർബാനയ്ക്കും ഈ ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത്. ഏകീകൃത കുർബാനയുമായി മുന്നോട്ട് പോകുമെന്ന നിലപാടാണ് മറുപക്ഷത്തിന്. അച്ഛൻ സഭയെ അനുസരിച്ച് മാർപ്പാപ്പ ആവശ്യപ്പെട്ട കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ പുറമേ നിന്ന് 8-10 പേര് മാത്രം വന്ന് കുർബാന തടയുന്നു. അപ്പോൾ അന്ന് ഉണ്ടായിരുന്ന വികാരിയച്ഛന് കിട്ടിയ അല്ലെങ്കിൽ വിശ്വാസികൾക്ക് കിട്ടിയ ആ ഒരു ആനുകൂല്യം എന്തുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ അത് കിട്ടുന്നില്ല? സംഘർഷ സാധ്യത ഉള്ളതിനാൽ പള്ളിക്ക് കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തിയേക്കും. എസ് ശ്യാംകുമാർ, 24, കൊച്ചി. ഈ പള്ളി പ്രാർത്ഥന ആത്മീയത എന്നൊക്കെ പറഞ്ഞാൽ സമാധാനത്തിൽ ചെയ്യേണ്ടതാണ്. സമാധാനം കൊണ്ടുവരും എന്ന് കരുതുന്ന സാധനമുള്ളൂ. അപ്പോൾ അതിനകത്ത് ഈ അസമാധാനങ്ങൾ ഇങ്ങനെ തുടരുന്നതും ആ പ്രശ്നം ഒരു പരിഹാരമില്ലാതെ നീങ്ങുന്നതും എന്തുകൊണ്ടാണ് എന്ന് വിശ്വാസികൾ തന്നെ അവരുടെ നേതൃത്വങ്ങളോട് ചോദിക്കേണ്ടതുമാണ്. അളമുട്ടി ജയ പറയുകയാണ്, കലയിൽ കള്ളപ്പണം കലക്കരുത്, വിധികർത്താക്കൾ പണം വാങ്ങി പക്ഷപാതം കാണിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം, പണം നൽകാൻ കഴിവില്ലാത്ത പട്ടിണിപ്പാവങ്ങളുടെ ജില്ലയാണ് പാലക്കാട് എന്ന് പറയുകയാണ്. ഇല്ല ജയരെ, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയുള്ള ആരോപണങ്ങളൊന്നും ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ പണ്ടേതോ കാലത്ത് കേട്ടു എന്ന് വരും. ഇപ്പോൾ അങ്ങനെ ആരോപണങ്ങളൊന്നും കേട്ടില്ല. മാത്രമല്ല കൃത്യമായ വിജിലൻസ് അടക്കമുള്ള കാര്യങ്ങൾ ആ കലോത്സവത്തിലുണ്ട് താനും. സിജീഷ് ചാല പറയുന്നു, ഞങ്ങൾ കണ്ണൂരിൽ അങ്ങനെയാണ്, ഒന്ന് കരഞ്ഞാൽ വിട്ടുകൊടുക്കും, പ്രത്യേകിച്ച് അയൽക്കാരായ കോഴിക്കോട് കപ്പ് നിങ്ങളെടുത്തു, ഞങ്ങൾ കണ്ണൂരിൽ അങ്ങനെയാണ് എന്ന് പറയുകയാണ്. തോറ്റവും സമ്മതിക്കുകയാണോ? അങ്ങനെ സമ്മതിക്കാറായിട്ടില്ല. 924 പോയിന്റ് കോഴിക്കോട്, 922 തൊട്ട് പിന്നിൽ കണ്ണൂരുണ്ട്. അപ്പോൾ ഒന്ന് കരഞ്ഞാൽ അങ്ങനെ കൊടുക്കേണ്ട അവസ്ഥ ഇതുവരെ ആയിട്ടില്ല. നോക്കാം. നമ്മൾ നേരെ ബംഗാളിലേക്ക് പോകുന്ന അവിടെ പ്രശ്നങ്ങൾ തീരുന്നില്ല എന്ന് മാത്രമല്ല പിന്നെയും രൂക്ഷമാവുകയാണ്. ബംഗാൾ ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ ആക്രമണത്തിൽ ഗവർണർ ആനന്ദബോസ് സർക്കാരിനോട് വിശദീകരണം തേടി. റേഷൻ അഴിമതിയിൽ സ്വീകരിച്ച നടപടി എന്താണ് എന്ന് വ്യക്തമാക്കണമെന്ന് ഗവർണർ ആവശ്യപ്പെട്ടു. കേസിൽ പോലീസ് ഒളിച്ചുകളി അവസാനിപ്പിക്കണമെന്നും ഗവർണർ താക്കീത് നൽകി. ഇഡിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ BJP സംസ്ഥാന നേതൃത്വം NIA CBI അന്വേഷണം ആവശ്യപ്പെട്ട് കൊൽക്കത്ത ഹൈക്കോടതിയെ സമീപിച്ചു. ബംഗാളിൽ ED ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആൾക്കൂട്ടാക്രമണത്തിൽ പ്രതിക്കൂട്ടിലായത് തൃണമൂൽ കോൺഗ്രസ് ആണ്. വിഷയത്തിൽ ബംഗാൾ ഗവർണർ ആനന്ദബോസ് പിടിമുറുക്കി. എന്തുകൊണ്ട് ഷാജഹാനെ അറസ്റ്റ് ചെയ്യാത്തതെന്നും ചുമതലയിൽ വീഴ്ച വരുത്തിയ പോലീസുകാർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിനോട് ഗവർണർ റിപ്പോർട്ട് തേടി. ക്രമസമാധാന സംവിധാനത്തിന്റെ പരാജയം പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതിന്റെ വിശദാംശങ്ങളും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തണം. സംഭവത്തിൽ പോലീസിനും ഗവർണർ അന്ത്യശാസനം നൽകി. കാറ്റ് വിതച്ച് ചുഴലിക്കാറ്റ് കൊയ്യരുതെന്നും പോലീസിന് ഗവർണറുടെ മുന്നറിയിപ്പ്. ഗവർണർ ആനന്ദബോസ് CRPFന്റെയും EDയുടെയും ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി നിലവിലെ സാഹചര്യം വിലയിരുത്തി. ആക്രമണത്തിൽ NIA CBI അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് കൊൽക്കത്ത ഹൈക്കോടതിയെ സമീപിച്ച BJP സംസ്ഥാന നേതൃത്വത്തിന് പൊതുതാൽപര്യ ഹർജി ഫയൽ ചെയ്യാൻ കോടതി അനുമതി നൽകി. 24 ഡൽഹി. കോഴിക്കോട് പേരാമ്പ്രയിൽ 4 വയസ്സുകാരെ ബലാത്സംഗം ചെയ്ത സംഭവത്തിൽ പ്രതിക്ക് 24 വർഷം കഠിന തടവും 65,000 രൂപ പിഴയും വിധിച്ചു. നാദാപുരം ഫസ്റ്റ് ട്രാക്ക് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. സമാനമായ സംഭവങ്ങളിൽ ഉള്ള പ്രതികൾക്ക് ഒരു മാതൃകയാവട്ടെ, അല്ലെങ്കിൽ ആ ശിക്ഷാവിധി അത്തരം അധമന്മാർക്കുള്ള മാതൃകയാവട്ടെ എന്ന് കരുതുകയാണ്. 2023 ഏപ്രിൽ 30 വിരമിച്ച അംഗനവാടി ജീവനക്കാർക്ക് നാളെ ഇതുവരെ പെൻഷൻ ഇതുവരെ നൽകിയിട്ടില്ല. വളരെ കഷ്ടമാണ്. സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ 24 സഹായിക്കണേ. ഉറപ്പായും സഹായിക്കും. മുരളി പറയുന്നു, ഷോപ്പ് ആക്ട് പ്രകാരം മിനിമം വേജസ് എപ്പോൾ വരും? ഇപ്പോൾ വന്നിട്ട് ഏകദേശം 10 വർഷം കഴിഞ്ഞു. എന്തായാലും അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വിപിൻ വെള്ളിയാട്ട, ഹാഷ്മി സംസ്ഥാന സമ്മേളനത്തിനെ കാത്തിരിക്കുന്നു. അപ്പോൾ നേരിൽ കാണാം, ഉറപ്പായി നേരിൽ കാണും. പ്രസാദ് ആചാരി പറയുന്നു, നോക്കണേ ദൈവത്തിൻ്റെ പേരിൽ അടി എന്ന് പറയുകയാണ്. ശരിയാണ്, അങ്ങനെ ദൈവത്തിൻ്റെ പേരിൽ അടി ശരിയായ കഥയല്ല, ശരിയായ കാര്യമല്ല. അത് അടിയന്തരമായി പരിഹരിക്കേണ്ട സാധനമാണ്. പരിഹരിക്കപ്പെടട്ടെ. ഒരിടത്തും അസമാധാനം മാറി സമാധാനം പുലരട്ടെ എന്ന് ആഗ്രഹിക്കാനല്ല പറ്റൂ. തീരുമാനിക്കേണ്ടത് ബന്ധപ്പെട്ടവരാണ്. മുഖ്യമന്ത്രിയെ പുകഴ്ത്തിയുള്ള പാട്ടിനെ തള്ളാതെ ജയരാജൻ.
മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചുള്ള സ്തുതിഗാനം തള്ളാതെ LDF കൺവീനർ പി ജയരാജൻ. ഒരാളെ ജനം വല്ലാതെ ഇഷ്ടപ്പെടുമ്പോൾ അയാളെക്കുറിച്ച് പാട്ടും സിനിമയും ഉണ്ടാകുന്നത് സ്വാഭാവികമെന്നാണ് പ്രതികരണം. പി ജയരാജൻ വിഷയത്തിൽ പാർട്ടി ശാസിച്ചത് പഴയ ചരിത്രമെന്നും പി ജയരാജൻ പറഞ്ഞു. മഹൽ വ്യക്തികളെക്കുറിച്ച് വികാരത്തിന്റെ ഭാഗമായി ജനങ്ങൾ കവിതയും പാട്ടും എഴുതും. അത് താല്പര്യവും സ്നേഹവും കൊണ്ടാണ്. ശരിയും തെറ്റും ജനങ്ങൾ തിരിച്ചറിയുമെന്നുമായിരുന്നു പുകഴ്ത്തുപാട്ടുകളിൽ പി ജയരാജന്റെ പ്രതികരണം. മനുഷ്യരിൽ പൊതുനിലകളെ കാണുമ്പോൾ കൂടുതൽ താല്പര്യങ്ങളോ സ്നേഹമോ ഒക്കെ ഉണ്ടായേക്കാം. അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ കവിത എഴുതും, പാട്ട് പാടും, നാടകമുണ്ടാക്കും, സിനിമയുണ്ടാക്കും. അതെല്ലാം ഓരോരോ പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാകുന്ന ഒരു സമീപനത്തിൻ്റെ വികാരത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ പാർട്ടി ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പി ജയരാജൻ്റേത് കഴിഞ്ഞ കാര്യം. PJ ആർമിയെ പി ജയരാജൻ തന്നെ തള്ളിപ്പറഞ്ഞതാണെന്നും പി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ പൊതുതത്വങ്ങളിൽ നിന്ന് വ്യതിചലിക്കാറില്ല. അതിൻ്റെ പൊതുതത്വങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ മൂല്യാധിഷ്ഠിതമായ നിലപാട് സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. പി ജയരാജൻ്റെ പ്രശ്നമൊന്നും ഇവിടെ ഉന്നയിക്കേണ്ട വിഷയമില്ല. അതിൽ കഴിഞ്ഞു പോയൊരു അധ്യായം. ജയരാജനെ കുറിച്ച് നടപടിയൊന്നും പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടുമില്ല. PJ ആർമി പാർട്ടിയെ ദ്രോഹിക്കാൻ പുറപ്പെട്ടിരിക്കുന്ന ചിലർ ഇങ്ങനെ ചില ഇതുണ്ടാക്കി പറഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം പി ജയരാജനാണോ? പി ജയരാജൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പേരിൽ ഇങ്ങനെ പാടില്ല, ഞാനതിൽ ഭാഗവാക്കല്ല. ജയരാജൻ വിഷയത്തെ ഒറ്റക്കെട്ടായി എതിർത്ത CPIM പക്ഷേ മുഖ്യമന്ത്രിയെ സ്തുതിച്ചുള്ള ഗാനത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചില്ല എന്നതാണ് ശ്രദ്ധേയം. 24 കോഴിക്കോട്. നാളത്തെ ഹർത്താൽ എന്തിനാണ് എന്ന് ഒന്നിനോട് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇടുക്കിയിലെ ഇടതുപക്ഷ ഹർത്താലിനെ ചൊല്ലി മുന്നണികൾ തമ്മിൽ വാക്പോര്. ഹർത്താൽ ദിനത്തിൽ ഗവർണർ പങ്കെടുക്കുന്ന വ്യാപാരി വ്യവസായികളുടെ പരിപാടിക്ക് സംരക്ഷണം ഒരുക്കും എന്ന് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. ഹർത്താൽ സമാധാനപരമായിരിക്കുമെന്ന് LDF നേതൃത്വം വ്യക്തമാക്കി. പരിപാടിയിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ഹർത്താലിനോട് സഹകരിക്കുമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി അറിയിച്ചു. നാളെയാണ് ഭൂപതിവ് ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പുവെക്കാത്തതിനെതിരെയുള്ള LDF രാജ്ഭവൻ മാർച്ച്. അന്നേ ദിവസം ഗവർണറെ തൊടുപുഴയിലേക്ക് ക്ഷണിച്ച വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് LDF ഹർത്താൽ പ്രഖ്യാപിച്ചത്. ഹർത്താൽ പരിഹാസ്യമെന്ന ഡീൻ കുര്യാക്കോസ് MP. നടത്താൻ പോകുന്ന രാജ്ഭവൻ മാർച്ച് അത് ഗവർണറുമായിട്ടുള്ള ഒരു ഒത്തുകളി തന്നെയാണ്. ഇപ്പോൾ ഇവർ രാജ്ഭവൻ മാർച്ച് നടത്തുന്നത് എന്തിനാണ്? ആളുകൾ എന്തിനാണ് ഇവിടെ വീണ്ടും ഹർത്താൽ നടത്തുന്നത്? ഒരേ ദിവസം തന്നെ 2 സമരം നടത്തുന്നതിൻ്റെ ആ ഒരു യുക്തി എന്തെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ. അപ്പോൾ അത്രമാത്രം വ്യാപാരി വ്യവസായ ഏകോപന സമിതിയെ ഒറ്റപ്പെടുത്താനും അവരെ ചേരിതിരിഞ്ഞ് ആക്രമിക്കാനും ഒക്കെയുള്ള ഒരു അവസരമായിട്ടാണ് ഈ ഹർത്താൽ പ്രഖ്യാപനത്തിലൂടെ കാണാൻ കഴിയുക. ഡീൻ കുര്യാക്കോസ് വാപോയ കോടാലി എന്ന CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. അതുകൊണ്ട് ശക്തമായ സമരം ഇവിടെ നടക്കും. അതിനോടൊപ്പം തന്നെ രാജ്ഭവൻ മാർച്ചിലേക്കും മാർച്ചുണ്ടാവും. ശക്തമായ പ്രതിഷേധം ഉണ്ടാവും. ഡീൻ കുര്യാക്കോസ് വാപോയ കോടാലി, അദ്ദേഹം ഇവിടെ സംരക്ഷണം കൊടുക്കണം എന്നുള്ള നിലപാടെടുക്കേണ്ടത് ഡീൻ കുര്യാക്കോസിന് എന്ത് ചെയ്യാൻ കഴിയുന്നൊക്കെ ഇടുക്കി ജില്ല ജനങ്ങൾക്കെല്ലാം അറിയാം. ഗവർണർക്കെതിരെ പ്രതിഷേധം ഉണ്ടാകില്ലെന്നും ഹർത്താൽ സമാധാനപരമായിരിക്കുമെന്നും ജില്ലാ LDF കൺവീനർ KK ശിവരാമൻ. ഞങ്ങൾ രാജ്ഭവൻ മാർച്ച് തീരുമാനിച്ച അതേ ദിവസം വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ തീയതി കൊടുത്ത ഗവർണറുടെ നടപടി ജില്ലയിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയായിട്ടേ കാണാൻ കഴിയും. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിലാണ് ഹർത്താൽ പ്രഖ്യാപിക്കുവാൻ ഞങ്ങൾ നിർബന്ധിതമായത്. പക്ഷേ ഹർത്താൽ വളരെ സമാധാനപരമായിരിക്കും. LDFന്റെ ഹർത്താൽ ശബരിമല തീർത്ഥാടനം തടയുക എന്ന ലക്ഷ്യം വെച്ചാണെന്ന് BJP ആരോപിച്ചു. ഹർത്താൽ ദിനത്തിൽ കടകൾ അടച്ചിടാനാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ തീരുമാനം. ഹർത്താൽ ദിനത്തിൽ ഗവർണറുടെ തൊടുപുഴയിലേക്കുള്ള വരവ് ഇടുക്കിയിൽ പുതിയ രാഷ്ട്രീയ തർക്കങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഒപ്പം ഭൂപതിവ് ഭേദഗതി ബില്ല് വീണ്ടും ചർച്ചയാകുന്നു. ഇടുക്കിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. അപ്പോൾ നാളെ എന്തായാലും സംഭവബഹുലമായ ദിവസമായിരിക്കും. എന്ന് പറഞ്ഞാൽ വ്യാപാരികൾ അങ്ങോട്ടേക്ക് എത്താതിരിക്കാനുള്ള നീക്കമുണ്ടാകുമെന്ന് അറിയുന്നു. അങ്ങനെ നീക്കമുണ്ടായാൽ ചെറുക്കും എന്ന് UDF നേതൃത്വം പറയുന്നു. അപ്പോൾ പലയിടത്തും സംഘർഷങ്ങളോ അടിപൊട്ടലോ ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഉണ്ടാവാതിരിക്കട്ടെ. പക്ഷേ നാളെ എന്തായാലും ആ ജില്ല സംഭവബഹുലമായ ജില്ലയാവുമെന്ന് ഉറപ്പാണ്. ജ്യോതിഷ് മണർകാട് പറയുന്നു, ഇന്ന് കൊല്ലത്തൊരു കാറ്റ് വീശും, നല്ല പാലക്കാടൻ കരിമ്പനക്കാറ്റ്, ആ കാറ്റിൽ കപ്പിങ് പോരും പാലക്കാട്ടേക്ക് എന്ന് പറയുകയാണ്. പറയാറായിട്ടില്ല കേട്ടോ, ഒന്നും ആയിട്ടില്ല. അവിടെ കട്ടക്കേട്ട സാധനം നടക്കുകയാണ്. ദേവിക ദേവി, ഞങ്ങൾക്ക് കപ്പൊന്നും വേണ്ടേ, എറണാകുളംകാർ പാവങ്ങളാണേ, അങ്ങനെ ദുരാഗ്രഹമൊന്നുമില്ല. ചേച്ചി അപ്പോൾ എൻ്റെ ഇല്ല പത്തനംതിട്ടയിലുള്ള കാര്യം, ഞങ്ങൾക്ക് ഒട്ടും ആഗ്രഹം പണ്ടേ ഇല്ല കപ്പിനോട്. സമസ്തയിലെ വിഭാഗീയ പ്രവർത്തനങ്ങൾക്കെതിരെ മുന്നറിയിപ്പുമായി ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. ലീഗും സമസ്തയും തമ്മിലുള്ള ബന്ധം നല്ല നിലയിൽ കൊണ്ടുപോകാൻ നിർദ്ദേശം നൽകി. സമസ്തയിലും സമുദായത്തിലും ഭിന്നിപ്പുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറണമെന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ആവശ്യപ്പെട്ടു. സമസ്തയിലെ ലീഗ് വിരുദ്ധരായ യുവ നേതാക്കളുടെ പ്രവർത്തനങ്ങൾക്ക് പലപ്പോഴായി ജിഫ്രി തങ്ങളുടെ മൗനാനുവാദമുണ്ടായിരുന്നു. എന്നാൽ ജാമിയ സമ്മേളനത്തിൽ നിന്ന് മാറ്റി നിർത്തിയതോടെ അമ്പലക്കടവും സംഘവും നടത്തിയ പ്രവർത്തനങ്ങൾ പരിധി വിട്ടു എന്നാണ് സമസ്തയുടെ വിലയിരുത്തൽ.
ഈ പശ്ചാത്തലത്തിലാണ് യുവ നേതാക്കളെ തള്ളിയും ലീഗുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാനുമുള്ള ജിഫ്രി തങ്ങളുടെ ആഹ്വാനം. സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ഇവിടെ പ്രത്യേകമാവുന്ന സൗഹാർദ്ദവും സ്നേഹവും ഒക്കെ സംഘടനകളൊക്കെ ആയിട്ടുണ്ടാവും. ഇതിന് വിള്ളലുണ്ടാക്കാനാണ് പല ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വർഷം നല്ല ഇവിടുന്ന് പുറത്തിറങ്ങി പോകുന്ന പണ്ഡിതന്മാരോട് പറയാനുള്ളതാണ് തന്നെ, നിങ്ങൾ ഈ സമുദായത്തിൽ ഈ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കരുത് പണ്ഡിതന്മാർ. ഈ പ്രസ്താവന ലീഗ് കേന്ദ്രങ്ങൾക്ക് ആശ്വാസവും സമസ്തയിലെ യുവ നേതാക്കൾക്കുള്ള മുന്നറിയിപ്പുമാണ്. ഇപ്പോഴത്തെ വിവാദം അവസാനിപ്പിക്കാനാണ് ജിഫ്രി തങ്ങൾ ഈ നിലപാടെടുത്തതെന്നാണ് യുവ നേതാക്കളുടെ പ്രതികരണം. 24 മലപ്പുറം. നമ്മൾ നേരത്തെ പറഞ്ഞ പള്ളിയുടെ കാര്യം ഏകീകൃത കുർബാനയുടെ കാര്യം പറഞ്ഞ പോലാണ്. ഇതൊക്കെ ഒന്നും ഒരു മതം, വിശ്വാസം, സമാധാനം, ആത്മീയതയ്ക്കൊക്കെ സമാധാനത്തിനുണ്ടല്ലോ. അപ്പോൾ അതിനിടയ്ക്ക് ഭിന്നിപ്പും ഈ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ വേണമെന്ന് ബന്ധപ്പെട്ട മത നേതൃത്വം ആലോചിക്കട്ടെ എന്നേ പറയാനുള്ളൂ. തോമസ് ഊട്ടി വൈ പറയുകയാണ്, ഹാഷ്മി പത്തനംതിട്ടയ്ക്ക് കപ്പ് കിട്ടിയില്ലെങ്കിലും പന്തളം വഴിയാകുമല്ലോ കൊണ്ടുപോകുന്നത്, അങ്ങനെയെങ്കിലും ഹാഷ്മി ആശ്വസിക്കുക എന്ന് പറയുകയാണ്. ഇതിലെന്ത് നെടുവീർപ്പ് അല്ല, എന്ത് ചെയ്യാൻ പറ്റും. എറണാകുളത്ത് യുവതിയെ മർദ്ദിച്ച കേസിൽ ടൂറിസ്റ്റ് ഹോം ഉടമയും സുഹൃത്തും പിടിയിൽ. വാക്കുതർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. SRM റോഡിലുള്ള ബെൻ ടൂറിസ്റ്റ് ഹോമിൽ ഇന്നലെ രാത്രി 2 മണിയോടെയാണ് സംഭവം. റൂമെടുത്ത യുവതി സുഹൃത്തുക്കളുമായി എത്തി ബഹളമുണ്ടാക്കിയെന്നാണ് ലോഡ്ജ് ഉടമയുടെ ആരോപണം. മുറി ഒഴിയാൻ ആവശ്യപ്പെട്ടതോടെ യുവതി ബുക്കിംഗ് തുക തിരികെ ആവശ്യപ്പെട്ടു. തുടർന്ന് വാക്കുതർക്കമുണ്ടാവുകയും യുവതിയെ മർദ്ദിക്കുകയുമായിരുന്നു. CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. യുവതിയുടെ പരാതിയിൽ ടൂറിസ്റ്റ് ഹോം ഉടമ ബെൻ ജോയ്, സുഹൃത്ത് ഷൈജു എന്നിവരെയാണ് നോർത്ത് പോലീസ് പിടികൂടിയത്. ഇരുവരെയും ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. 24 കൊച്ചി. KSRTC ശമ്പള പ്രതിസന്ധിയിൽ പ്രതിവിധിയുമായ ഹൈക്കോടതി 10-നകം ആദ്യ ഗഡുവും 20-നകം രണ്ടാം ഗഡുവും നൽകണം. എല്ലാ മാസവും 10-നകം ശമ്പളം നൽകണമെന്ന് സിംഗിൾ ബെഞ്ച് ഉത്തരവിന് സ്റ്റേ. ഇന്നലെ ഞാൻ നാട്ടിലായിരുന്നു, കല്യാണം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ രാവിലെ ബസ്സിലാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ബസ് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു KSRTCയിൽ ചേട്ടൻ, ഞാൻ വന്ന ബസ്സിലല്ലേ വേറൊരു ചേട്ടൻ പറയുന്നുണ്ട്, ഈ മാസം ശമ്പളം കിട്ടിയിട്ടില്ല കേട്ടോ എന്നിങ്ങനെ വളരെ സങ്കടത്തിൽ പറയുന്നുണ്ട്. അത് കേട്ടാൽ വലിയ വിഷമം തോന്നി. ഈ മാസം പോയ മാസം KSRTCക്ക് റെക്കോർഡ് വരുമാനം കിട്ടിയ മാസമാണെന്ന് പറയുകയാണ്. അപ്പോൾ ചെയ്ത ജോലിക്കുള്ള ശമ്പളം അവർക്ക് കൊടുക്കണം, അത് അവർ അർഹിക്കുന്നുണ്ട്. കുറച്ചെങ്കിലും പേരൊക്കെ ഭക്ഷണം കഴിക്കാൻ ഇനി ബാക്കിയുണ്ടെന്ന് കരുതുകയാണ്. 2:30 എന്തായാലും മസ്റ്റാർഡ് ഭക്ഷണം കഴിക്കണം, അങ്ങനെയാണ് ഉത്തരവ്. അങ്ങനെയാണ് അമ്മ പറഞ്ഞേക്കുന്നത്. അങ്ങനെ പറഞ്ഞല്ല, ഭക്ഷണം കഴിക്കപ്പെട്ടെന്ന്. ഒരു പ്രേക്ഷകൻ അലി ആൽഫ പറയുകയാണ്, മക്കളെ, ആലത്തൂരിൻ്റെ മക്കളെ, നിങ്ങളെ കണ്ടിട്ട് വേണം 12ാം വാർഷികം പാലക്കാടിനെ അഭിമാനിക്കാൻ. പാലക്കാട്ടുകാർക്ക് കപ്പിന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അവിടെ മത്സരം കടുകടുവോന്ന് കടുക്കുകയാണ്. കലോത്സവ സ്വർണ്ണക്കപ്പിനായുള്ള മത്സരം കടുക്കുന്നു. ശേഷിക്കുന്ന 2 മത്സരങ്ങളാണ് ബാക്കി. അതിൻ്റെ ഫലം നിർണായകമാണ്. 2ലും പ്രതീക്ഷയുണ്ട്, കോഴിക്കോടിനും കണ്ണൂരിലും. നാടക മത്സരത്തിൽ കണ്ണൂരിൻ്റെ അപ്പീലും പരിഗണിക്കുന്നു. അപ്പോൾ അവസാനിക്കുന്ന മത്സരങ്ങൾ ഇങ്ങനെ എരിപൊരി സഞ്ചാരമായി അവിടെ നടക്കുകയാണ്. അല്പസമയത്തിനകം ഒരു അന്തിമ ഫലപ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ്. അടുത്ത് വരുന്ന മറ്റൊരു വാർത്ത, 4 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് എന്നുള്ളതാണ്. പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. പ്രേക്ഷകൻ പറയുകയാണ്, ഹാഷ്മി ഞാൻ ജെറിനാണ്, 24 ന്യൂസിൻ്റെ മീറ്റപ്പിന് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രോഗ്രാം നടക്കുന്ന വേദി ഭിന്നശേഷി സൗഹൃദമായിരിക്കുമോ? ഞാൻ അങ്ങോട്ട് വന്നാൽ നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും. ഉറപ്പായും ജെറിനെ നമുക്കത് ആലോചിക്കാം. പിന്നെ ഭിന്നശേഷി സൗഹൃദമാക്കുന്ന കാര്യം എന്തായാലും നമുക്ക് വഴിയുണ്ടാക്കാം, ഉറപ്പായും വഴിയുണ്ടാക്കാം. സോജാ പണിക്കർ പറയുന്നു, പ്രിയപ്പെട്ട ഹാഷ്മി, എൻ്റെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൾക്ക് പുണ്യതീർത്ഥയ്ക്ക് ഹാഷ്മിയെ കാണണം, സംസാരിക്കണം, ഭയങ്കര ആഗ്രഹമാണ്. എന്ത് ചെയ്യണം? നമ്പർ കിട്ടാൻ മാർഗ്ഗമുണ്ടോ എന്ന് ചോദിക്കാം. 28 നമ്മുടെ സംസ്ഥാന സമ്മേളനത്തിന് വന്നേ, നമുക്കെല്ലാം കൂടെ കാണാം. അതല്ലെന്നുണ്ടെങ്കിൽ നമ്പർ കിട്ടാൻ എൻ്റെ ഫേസ്ബുക്കിലും എല്ലായിടത്തും എൻ്റെ നമ്പറുണ്ട്. അല്ലെങ്കിൽ എൻ്റെ നമ്പർ ഇട്ട ഒരു പാടുമില്ല. തമിഴ്നാട് സർക്കാർ ചെന്നൈയിൽ സംഘടിപ്പിക്കുന്ന ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിന് ഇതുവരെ എത്തിയത് 94,255 കോടി രൂപയുടെ നിക്ഷേപമാണ്. ജിയോ 35,000 കോടിയും ഫസ്റ്റ് സോളാർ 8,100 കോടിയും നിക്ഷേപിക്കും. ടാറ്റ, വിൻഫാസ്റ്റ്, ഹ്യുണ്ടായി, TVS തുടങ്ങി 11 കമ്പനികളുമായി ഇന്ന് കരാർ ഒപ്പുവെച്ചു. 57,700 തൊഴിലവസരങ്ങളാണ് പുതിയ നിക്ഷേപങ്ങളിലൂടെ തമിഴ്നാട്ടിൽ സൃഷ്ടിക്കപ്പെടുക. ഈ വർഷത്തെ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് മീറ്റിലൂടെ 5 ലക്ഷം കോടിയുടെ നിക്ഷേപമാണ് തമിഴ്നാട് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. മീറ്റ് ഇന്ന് സമാപിക്കും. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് ആ വലിയ നിക്ഷേപത്തിൻ്റെ കണക്ക് മാതൃകയാണ്. നമുക്കും ആ വഴിയെ പോകാൻ ശ്രമിക്കുമെന്ന് പ്രതീക്ഷിക്കാം. കണ്ണൂർ ആലക്കോട് പാത്തൻപാറയിൽ ജീവനൊടുക്കിയ കർഷകൻ ജോസിന്റെ കുടുംബത്തിന് ധനസഹായം അനുവദിക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ്. വന്യമൃഗശല്യത്തിൻ്റെയും കൃഷിനാശത്തിൻ്റെയും ഇരയാണ് ജോസ്. കാർഷിക മേഖലയിലെ പ്രതിസന്ധിയിൽ ആശ്വാസം പകരാൻ പ്രത്യേകം പാക്കേജ് പ്രഖ്യാപിക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. ആശ്രയമറ്റു ജീവനൊടുക്കുന്ന കർഷകർ ആവർത്തിക്കുന്ന ദുരന്തമാകുന്നു. 2 മാസത്തിനിടെ കണ്ണൂരിലെ 3ാമത്തെ കർഷകാത്മഹത്യ. വന്യമൃഗശല്യം വെല്ലുവിളിയായതോടെ പലായനം ചെയ്ത് പാട്ടകൃഷി നടത്തിയിട്ടും അതിജീവനം സാധ്യമാകാതെ വന്നതോടെയാണ് ജോസ് കടും കൈ ചെയ്തത്.
ലക്ഷങ്ങളുടെ കടബാധ്യത ബാക്കിയാക്കിയുള്ള മടക്കം, കുടുംബത്തെ കരുതേണ്ട ബാധ്യത സർക്കാരിനുണ്ടെന്ന് കത്തോലിക്ക കോൺഗ്രസ്. പ്രതിസന്ധിയുടെ ആഴം തിരിച്ചറിഞ്ഞ് പ്രത്യേക പാക്കേജിന് ഇടപെടൽ വേണമെന്നും ആവശ്യം. വളരെ അടിയന്തരമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിയും ഈ പ്രശ്നത്തിൽ ഇടപെട്ട് ആ പാവപ്പെട്ട കുടുംബത്തിന് ഒരു താങ്ങായിട്ട് സാമ്പത്തിക സഹായം നൽകണം. ഗവൺമെന്റിനോട് പാവപ്പെട്ട കർഷകർക്ക് വേണ്ട കർഷക സഹായ പാക്കേജുകൾ ഉടനടി നടപ്പിൽ വരുത്തണമെന്ന് ആവശ്യപ്പെടുകയാണ്. വന്യമൃഗശല്യം, വിലത്തകർച്ച, വിളനാശം, ചോര വിയർപ്പാക്കിയിട്ടും ബാലൻസ് ഷീറ്റിൽ നഷ്ടക്കണക്ക് മാത്രം അവശേഷിക്കുന്ന മലയോര കർഷകരുടെ പ്രതിനിധിയാണ് ജോസ്. മലയോരത്തെ കർഷകരുടെ നിലവിളി സർക്കാരുകൾ കേൾക്കുന്നില്ലെന്ന് കത്തോലിക്ക കോൺഗ്രസിന്റെ കുറ്റപ്പെടുത്തൽ. 24 കണ്ണൂർ. രമേശ് തന്നെ പറയുകയാണ്, ഹാഷ്മി ഇപ്പോൾ മിനിമം വേജസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇവിടെ ലക്ഷങ്ങൾ പണിയെടുക്കുന്ന മേഖലയാണ് പ്രൈവറ്റ് സ്കൂൾ ടീച്ചേഴ്സിൻ്റെ. അവിടെ എന്താണ് നടക്കുന്നത്, എന്താണ് എന്നൊരു അന്വേഷണ പരമ്പര നോക്കണം. ആ മേഖലയിൽ ടീച്ചർമാർ പ്രതികരണത്തിനൊക്കെ തയ്യാറാവുകയെങ്കിൽ ഉറപ്പായും അതൊരു വലിയ വാർത്തകളുള്ള സ്കോപ്പുള്ളതാണ്. നമ്മൾ ശ്രമിക്കാത്തതല്ല. റീന സതീശൻ പറയുന്നു, ഹാഷ്മി കലോത്സവ നഗരിയിലെ അനുഭവം എങ്ങനെയുണ്ട്? ഗംഭീരമായിരുന്നു. പ്രഭുദേവയുള്ള മോർണിംഗ് കോംബോ നന്നായിരുന്നു, താങ്ക് യു. പിന്നെ ഇന്നലെ നിഖിൽ പ്രമേഷിൻ്റെ കൈ നോക്കിയ തത്ത അവിടെ തന്നെയുണ്ടോ? നിഖിലിൻ്റെ ഭാവി മുഴുവനായി പറയാമായിരുന്നു. മൊത്തത്തിൽ പറഞ്ഞു എന്നാണ് പറഞ്ഞത്, അവൻ രഹസ്യമായിട്ട് വെച്ചേക്കാം. തിരികെത്താൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കലോത്സവത്തിൻ്റെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. അവിടെ എന്തും സംഭവിക്കാവുന്ന സാഹചര്യം അവിടെയുണ്ട്. 4 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, ആലപ്പുഴ ജില്ലകളാണ് യെല്ലോ അലർട്ട്. അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. കൊല്ലമുണ്ടോ? കൊല്ലം കൂട്ടത്തിലില്ല. അപ്പോൾ എന്തായാലും കൊല്ലത്ത് ഇന്ന് എന്തായാലും മഴ ഉണ്ടാവില്ല. ഇന്ന് എന്തായാലും കലോത്സവം സമാപിക്കുകയാണ്. അപ്പോൾ അതാണ് ഒരു പ്രേക്ഷകൻ പ്രേമരാജൻ MK പറയുന്നു, ഇന്ന് സുപ്രീം കോടതിയുടെ ഒരു സുപ്രധാന വിധി വന്നിട്ടുണ്ട്. വല്ലപ്പോഴും ഒരു സ്ക്രോളായി കൊടുക്കേണ്ട വാർത്ത അല്ല അത് എന്ന് നിങ്ങൾക്ക് ബോധമില്ലായിരിക്കും. കേട്ടിരിക്കുന്നവരെല്ലാവരും പൊട്ടന്മാരല്ല എന്നൊക്കെ പ്രേമചേട്ടൻ ഉറക്കമൊന്നുമായിരുന്നു തോന്നുന്നു. പ്രേമചേട്ടൻ വാർത്ത കണ്ടില്ല. പ്രേമചേട്ടൻ ഉറങ്ങി ഉണർന്നപ്പോഴത്തേക്ക് കലോത്സവ വാർത്ത കണ്ടതാണ്. നമ്മൾ ആദ്യം കൊടുത്ത വാർത്ത മൊത്തം നമ്മുടെ ബിൽക്കീസ് ബാനുവിൻ്റെ വാർത്ത തന്നെയായിരുന്നു. ചേട്ടൻ കാണാത്താണ്. തേങ്ങ ഉടക്ക് നോക്കിയിരുന്ന അടുത്തുനിന്ന് ജോണി തോമസ് പറയുന്നു, വീണ്ടും നമ്മൾ കലോത്സവ നഗരിയിലേക്ക് തേങ്ങ ഉടച്ചോ എന്നറിയാൻ വേണ്ടി പോവുകയാണ്. അൽ മുക്താദിർ ജ്വല്ലേഴ്സ് കലക്കൻ കൊല്ലം സമർപ്പിക്കുന്നത് അൽ മുക്താദിർ ജ്വല്ലറിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ആഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. പവേർഡ് ബൈ ലക്ഷ്യം ജോലിയെങ്കിൽ പഠനം ജിടെക്കിൽ തന്നെ. കാതങ്ങൾ താണ്ടാൻ പാദങ്ങൾക്ക് കൂട്ട് ക്യൂബിക്സ് ഫുട്വെയർ ഇൻ അസോസിയേഷൻ വിത്ത് മിൽട്രീന ഹോസ്പിറ്റൽ. ലോകോത്തര നിലവാരത്തിൽ ഒരു ഹൃദ്രോഗ ചികിത്സാ കേന്ദ്രം. വീട് വീടാകാൻ നോൾട്ട, വീട് വീടാന്തരം നോൾട്ട. കാശിന്റെ കാര്യത്തിൽ ഇനി ടെൻഷൻ വേണ്ട. മാറ്റേറുന്ന വിശ്വാസം കോശമറ്റം ഫിനാൻസ്. ഇനി ഓരോ ഷോപ്പിംഗിലും നേടാം 3 ഇരട്ടി ലാഭം. അപ്പോൾ അതാണ് കട്ടയ്ക്ക് പോരാട്ടമാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവം സമാപിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇഞ്ചോടിഞ്ചാണ് പോരാട്ടം. 1-2 സ്ഥാനത്തുള്ള കോഴിക്കോടും കണ്ണൂരും തമ്മിൽ ഇപ്പോഴും 2 പോയിന്റ് വ്യത്യാസം മാത്രമാണ്. പാലക്കാട് 3-ാം സ്ഥാനത്തുണ്ട്, അത് വലിയ വ്യത്യാസത്തിലല്ല. വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ മമ്മൂട്ടി മുഖ്യാതിഥിയാകും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അടുത്ത കലോത്സവ വേദി എവിടെയാണെന്ന പ്രഖ്യാപനം കൊല്ലത്തുണ്ടാകില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. വിധി നിർണ്ണയങ്ങളിൽ അപാകത ഉണ്ടായിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് വെച്ചും അടുത്ത എവിടെയാണെന്ന് പ്രഖ്യാപിച്ചിട്ടായിരുന്നു. കൊല്ലത്ത് വെച്ചും ആ പ്രഖ്യാപനം നടത്തുന്നില്ല. കാരണം ഈ കലോത്സവത്തിൻ്റെ അത്യുജ്വലമായിട്ടുള്ള ഒരു മുന്നേറ്റവും പ്രാധാന്യം കണ്ടുകൊണ്ട് എല്ലാ ജില്ലക്കാരും ആവശ്യപ്പെടുന്നുണ്ട്. മൊത്തത്തിൽ ഇതിൻ്റെ നടത്തിപ്പും മൊത്തത്തിൽ ഇതിൻ്റെ വിജയം എന്താണെന്ന് മാത്രം നോക്കേണ്ടതുള്ളത്. സമ്മാനം കിട്ടാത്തവർക്ക് പരാതി ഉണ്ടാവും. പരാതി കൊടുക്കാൻ അപ്പീലുണ്ട്. ശ്രീകുമാർ സീത എന്തെങ്കിലും പറയാറായോ? ഒന്നുമായിട്ടില്ല, തേങ്ങ ഉടയ്ക്കാറായിട്ടില്ല എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിലും ഹാഷ്മി നമുക്ക് പറയാനുള്ളത്. എനിക്ക് പുറകിൽ ഇതാ ആ ട്രോഫികളൊക്കെ ഇങ്ങനെ കൊടുത്ത് തീർക്കുകയാണ്. അതായത് എല്ലാ മത്സരങ്ങളും പൂർത്തിയായി കൊണ്ടിരിക്കുന്നു. ഇനി 2 മത്സരങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അവസാനിക്കാൻ. കട്ടയ്ക്ക് പോരാട്ടം തുടരുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, 924 പോയിന്റുമായി കോഴിക്കോട് ജില്ല 1-ാം സ്ഥാനത്ത് തുടരുന്നു. നിലവിലെ ചാമ്പ്യന്മാർ 1-ാം സ്ഥാനത്ത് തുടരുന്നു. തൊട്ടുപുറകിൽ ഒരു ഘട്ടത്തിൽ പോലും വിട്ടുകൊടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കണ്ണൂരിൻ്റെ ആ ഒരു പോരാട്ട വീര്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവരും തൊട്ടുപുറകിലുണ്ട്. 922 പോയിന്റാണ് അവർക്കുള്ളത്. സ്വാഭാവികമായി 3-ാം സ്ഥാനത്ത് പാലക്കാടാണ്. അവർക്ക് 913 പോയിന്റ് ഉണ്ട്. അവരെന്തായാലും ഇനി കയറി വരാനുള്ള സാധ്യത വളരെ വിരളമാണ്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് കണ്ണൂരിന്റെ ഒരു അപ്പീൽ പരിഗണിക്കുന്നുണ്ട്. 2 മത്സരങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അത് ഒന്ന് HSS കിറ്റാണ്, ഇംഗ്ലീഷ് കിറ്റാണ് ഒന്ന് നടക്കുന്നത്. രണ്ടാമത്തേത് കൃത്യമായി കഥാപ്രസംഗത്തിന്റെ റിസൾട്ട് കൂടി വരാനുണ്ട്. ഈ രണ്ടിലും കണ്ണൂരും കോഴിക്കോടും
കോഴിക്കോടും ഒരുപോലെ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. സ്വാഭാവികമായി ഈ രണ്ടിലും കണ്ണൂരിനും കോഴിക്കോടിനും എ ഗ്രേഡ് ലഭിക്കുകയോ കണ്ണൂരിൻ്റെ അപ്പീൽ പരിഗണിക്കുകയോ ചെയ്താൽ ബി ഗ്രേഡ് ആയാൽ പോലും, അതായത് കണ്ണൂരിൻ്റെ നാടക മത്സരത്തിലെ അപ്പീൽ ബി ഗ്രേഡ് ആയാൽ പോലും സ്വാഭാവികമായി കണ്ണൂർ രണ്ടാം സ്ഥാനത്തേക്ക് ഇന്ന് ഒന്നാം സ്ഥാനത്തേക്ക് കയറി വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും അപ്പീൽ പരിഗണിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തെക്കുറിച്ച് അല്പസമയത്തിനകം തന്നെ വ്യക്തത വരും. എന്തായാലും മത്സരം കടക്കുകയാണ്. കൊല്ലത്ത് വെച്ച് ഒരു പ്രഖ്യാപനം, അടുത്തത് എവിടെയാണ് ഈ സ്വർണ്ണക്കപ്പ് ഇനി എവിടേക്കാണ് പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. പക്ഷേ അടുത്ത തവണത്തെ കലോത്സവം എവിടെ വെച്ച് നടത്തുമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. മന്ത്രി വി ശിവൻകുട്ടി അല്പസമയം മുൻപ് നമ്മോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഒരു തീരുമാനമായിട്ടില്ല. എല്ലാ ജില്ലക്കാരും ആവശ്യപ്പെടുന്നുണ്ട് ഇങ്ങനെ ഒരു കലാമാമാങ്കം ഞങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുവരുമെന്ന്. അപ്പോൾ ആലോചിച്ചു മാത്രമേ തീരുമാനമെടുക്കാൻ കഴിയൂ എന്നാണ് പ്രഖ്യാപിക്കുന്നത്. എന്തായാലും അവസാന ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. അവിടെ ONV സ്മൃതി ആശ്രാമ മൈതാനത്ത് അവസാന ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. കൃത്യം 4:30 മണിയോടുകൂടി പരിപാടികൾ ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മമ്മൂട്ടി എന്തായാലും കൊല്ലത്തേക്ക് എത്തിക്കഴിഞ്ഞു. കൃത്യം 4:30 മണിയോടുകൂടി നമ്മുടെ സ്വന്തം മമ്മൂക്ക അങ്ങോട്ട് ആശ്രാമ മൈതാനത്തേക്ക് എത്തിച്ചേരും. അതിലേറ്റവും എടുത്തു പറയേണ്ടത് ആ പരിപാടിയുടെ ഒരു അവതാരകനായി M മുകേഷ് MLA കൂടി ഉണ്ട് എന്നാണ് നമ്മൾ ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും പോരാട്ടം കനക്കുന്നു. തേങ്ങ ഉടയ്ക്കാറായിട്ടില്ല. ചിലപ്പോൾ അവസാനം ഉദ്ഘാടന സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ട് മുൻപായിരിക്കും ആ തേങ്ങ ഉടയ്ക്കുന്നത്. ആരായിരിക്കും ആ സ്വർണ്ണക്കപ്പ് കൊണ്ടുപോകുക എന്നറിയുന്നത്? കോഴിക്കോട് തന്നെ കൊണ്ടുപോകുമോ വീണ്ടും, അല്ലെങ്കിൽ തൊട്ടടുത്ത ജില്ല, ഒരു ജില്ല കടന്ന് മാഹി പാലം കടന്ന് കണ്ണൂരേക്ക് പോകുമോ എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത്. ഹാഷ്മി. ശ്രീകുമാരനാണ് കലോത്സവ നഗരിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ എല്ലാ മത്സരമാണ്. എല്ലാവരും സ്വന്തക്കാരും എന്താണ് ഇഷ്ടക്കാരും ഒക്കെയാണ്. അപ്പോൾ ഇത് മത്സരം മാത്രമാണ്. അവിടെ നിന്നവരൊക്കെ എല്ലാവരും വിജയികളാണ്. കലയാണ് പ്രധാനം എന്നൊക്കെ പറയുമ്പോൾ പോലും ഈ സ്വർണ്ണക്കപ്പ് എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്. അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷയും ചങ്കിടിപ്പും നെഞ്ചിടിപ്പും ഒക്കെ അവിടെ സജീവമാണ്. പ്രത്യേകിച്ച് 2 പോയിന്റ് വ്യത്യാസം. ഇനി ബാക്കി ഉള്ള ഇനങ്ങൾ ഇരു ജില്ലയ്ക്കും തുല്യ സ്വാധീനമുള്ള ഇനങ്ങൾ. കോഴിക്കോടും കണ്ണൂരും പാലക്കാടും അങ്ങനെ കട്ടക്കിഞ്ചോടിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ എൻ്റെ ജില്ല പത്തനംതിട്ടയാണ്. പത്തനംതിട്ട 2ാം സ്ഥാനമാണ്. പക്ഷേ ഏറ്റവും ലാസ്റ്റിൽ നിന്ന് ഇടുക്കിക്ക് തൊട്ട് മുകളിൽ കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള പാവം ജില്ലകളും ഉണ്ട്. കോഴിക്കോട്ട് വരെ കണ്ണൂർ അതൊക്കെ ആലോചിക്കണം. അഭിനയകലയ്ക്ക് നൃത്തത്തേക്കാൾ പ്രാധാന്യം നൽകുന്ന കൂടിയാട്ടത്തിൻ്റെ ചരിത്രത്തിലേക്കാണ് ഇനി. കൂടിയാട്ടത്തിൻ്റെ ഇപ്പോഴുള്ള രൂപത്തിന് 800 വർഷത്തിൻ്റെ പഴക്കമുണ്ട്. ഏറ്റവും പ്രാചീനമായ സംസ്കൃത നാടക രൂപങ്ങളിൽ ഒന്നാണ് കൂടിയാട്ടം. സംസ്ഥാന സ്കൂൾ കലോത്സവ വേദികളാണ് കൂടിയാട്ടത്തെ ജനപ്രിയ ഇനമാക്കി മാറ്റിയത്. കൂടിയാട്ടം എന്നുള്ള പേര് മലയാളമാണ്. കൂടിയാട്ടം എന്ന് വെച്ചാൽ സംസ്കൃത നാടകത്തിൻ്റെ പ്രാചീനവും കേരളീയവുമായിട്ടുള്ള അവതരണം എന്ന് പറയാം. ഇത് കേരളത്തിലേക്ക് എത്തിപ്പെട്ട ഒരു കലാരൂപമാണ് എന്നാണ് പറയപ്പെടുന്നത്. ആര്യന്മാരുടെ വരവോടുകൂടി ബ്രാഹ്മണ സമൂഹവും സംസ്കൃത ഭാഷയും കേരളത്തിലെത്തിയതായിട്ടാണ് പറയപ്പെടുന്നത്. അവരുടെ കൂടെ എത്തിയതാണ് ഈ നാട്യ പാരമ്പര്യവും. കേരളത്തിൽ ഇത് ചാക്യാന്മാർ എന്ന സമുദായക്കാരാണ് അവതരിപ്പിക്കുന്നത്. 18 ചാക്യാർ കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇത് കണ്ണൂർ ജില്ലയിലാണ് അവരെല്ലാവരും ഉണ്ടായിരുന്നത്. പിന്നീട് പല കാലഘട്ടങ്ങളിലായിട്ട് വ്യത്യസ്ത നാട്ടുരാജ്യങ്ങളിലേക്ക് അവരെത്തിപ്പെട്ടതാണ്. 1950 കൂടിയാട്ടം എന്ന കലാരൂപം ആദ്യമായി ക്ഷേത്രത്തിന് പുറത്ത് അവതരിപ്പിക്കപ്പെട്ടത്. അത് കോഴിക്കോട് സാമൂതിരി സ്കൂളിൽ ഗുരുവായൂരപ്പൻ ഹാളിൽ വെച്ചായിരുന്നു. ആകാശവാണിയുടെ ആഭിമുഖ്യത്തിലാണ് അത് അവതരിപ്പിക്കപ്പെട്ടത്. പിന്നീട് 1965 ഇത് കലാമണ്ഡലത്തിൽ ഒരു പാഠ്യവിഷയമായി വന്നത്. അന്നു മുതൽ ഇത് ജാതി വർഗ വ്യത്യാസമില്ലാതെ ആർക്കും പഠിക്കാവുന്ന അവസ്ഥയിലായി. ഇന്ന് രാമായണ കഥകളാണ് കൂടുതലായിട്ട് അവതരിപ്പിക്കപ്പെട്ടു വരുന്നത്. അതിൽ തന്നെ ഭാസൻ്റെ നാടകമായ അഭിഷേക നാടകം, കേരളീയനായ മലയാളിയായ ശക്തിഭദ്രകവിയുടെ ആശ്ചര്യ ചൂടാമണി തുടങ്ങിയ നാടകങ്ങളാണ് കൂടുതൽ അവതരിപ്പിക്കുന്നത്. അതിലെ ഭാഗങ്ങളാണ് ഈ കലോത്സവ വേദികളിലും ഇന്നിവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. തോരണയുദ്ധാംഗം, ബാലിവധാംഗം, ജഡായുവധാംഗം, ശൂർപ്പണഖാംഗം തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളാണ് ഏറ്റവും ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ആസ്വദിക്കാൻ സാധിക്കുന്നത്. അത് കണ്ടാൽ തന്നെ അതിൻ്റെ കഥ മനസ്സിലാക്കാൻ സാധിക്കും. അത്തരം കഥകളാണ് യുവജനോത്സവ വേദികളിൽ കൂടുതലായിട്ട് അവതരിപ്പിച്ചു വരുന്നത്. ക്യാമറമാൻ മുഹമ്മദ് അർഷാഖിനും ശിവയ്ക്കുമൊപ്പം ഷഹദ് റഹ്മാൻ, 24 കൊല്ലം.
മഞ്ജു ചോദിക്കുന്നു അവിയൽ ഇളക്കി തീർന്നോ ചോദിക്കുകയാണ്. അവിയൽ ഇളക്കി തുടങ്ങിയപ്പോൾ തന്നെ അവിടുന്ന് ആൾക്കാർ പറഞ്ഞു അധികം ഇളക്കലെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇളക്കൽ നിർത്തി. മാത്രമല്ല ഇളക്കാൻ അത്ര എളുപ്പമല്ല, അത് നല്ല കട്ടിയുള്ള പണിയാണ് അത്. മിഥില ചോദിക്കുന്ന ആഷ്മി ഒരു കാര്യം സത്യം പറഞ്ഞു, നിങ്ങൾ ബ്രിട്ടീഷ് ക്രീം തേച്ചോ? നല്ല ഭംഗിയുണ്ട് കാണാൻ. അല്ലെങ്കിൽ കൊല്ലത്തെ കലയുടെ ഇല്ല മറ്റേ വെളുത്തിട്ട് പാടുന്ന ക്രീം വന്നോ? എൻ്റെ പൊന്നു മിഥില അതൊന്നും വാങ്ങി തേക്കല്ലേ, മറ്റേ കിഡ്നി കഴിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. സൂക്ഷിക്കണം, അങ്ങനെ മുഖത്ത് കാണുന്നൊന്നും വാരി തേച്ചുകൂടാ, ആകെ പണികിട്ടുന്ന പരിപാടിയാണത്. കലോത്സവത്തിനെത്തുന്ന കുട്ടികൾക്ക് ഏറ്റവും പ്രധാനമായി വേണ്ടത് മെച്ചപ്പെട്ട വൃത്തിയുള്ള താമസ സൗകര്യമാണ്. കൊല്ലം കരിക്കോട് TKM ഹയർ സെക്കൻഡറി സ്കൂൾ ഇക്കാര്യത്തിൽ മികച്ച മാതൃകയാണ്. വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ് എന്നൊരു തോന്നൽ കുട്ടികൾക്കുണ്ടാകാത്ത വിധമാണ് അവിടുത്തെ ക്രമീകരണങ്ങൾ. കരിക്കോട് TKM ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കലോത്സവം നടക്കുകയാണ്. തൃശ്ശൂർ, പാലക്കാട് ജില്ലയിൽ നിന്നുള്ള പെൺകുട്ടികളായ വിദ്യാർത്ഥികൾക്ക് താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് ഇവിടെയാണ്. നിങ്ങൾ ഏത് ജില്ലയിൽ നിന്ന് വരുന്നവരാണ്? പാലക്കാട്. നിങ്ങളുടെ ഐറ്റം കഴിഞ്ഞോ? കഴിഞ്ഞു. ഞാൻ ഈ സ്കൂളിലെ ഹെഡ് മിസ്ട്രസ്സാണ്. പേര് സജി MS. ഒരു ഉത്കണ്ഠയോടുകൂടിയാണ് ഇതിനെ ഏറ്റെടുത്തത്. കാരണം നമ്മുടെ സർവീസിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അക്കോമഡേഷൻ സെൻ്ററായിട്ട് ഈ സ്കൂളിനെ എടുക്കുന്നത്. പക്ഷേ ഇന്ന് ഞങ്ങൾ വളരെ സംതൃപ്തിയോടുകൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. സ്കൂളിൻ്റെ തുടക്കം മുതൽ ഈ വർഷം വരെയും ഞങ്ങൾ എല്ലാ ജില്ലകളിലും ഞങ്ങളുടെ കുട്ടികളെ വ്യക്തിഗത ഇനത്തിലും അതുപോലെ തന്നെ ഗ്രൂപ്പ് ഇനങ്ങളിലും കൊണ്ടുപോകാറുണ്ട്. അന്നൊക്കെ അനുഭവിച്ച പല ബുദ്ധിമുട്ടുകളാണ് ഇങ്ങനെ ഒരു വേദി ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടികളെ എത്രത്തോളം മര്യാദയോടെ അതിഥികളെ എങ്ങനെ സ്വീകരിക്കണം, മാക്സിമം അവർക്ക് എല്ലാ സജ്ജീകരണങ്ങളും കൊടുക്കണമെന്ന് തീരുമാനിക്കാൻ കാരണം. നമ്മളുടെ TKM മാനേജ്മെൻറ്റ് എപ്പോഴും നമ്മളോട് ഇവിടെ വരുന്നവരോടും കാണിക്കുന്ന ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുണ്ട്. ഇതാണ് നമ്മളുടെ പ്രചോദനം. വരുന്ന കുട്ടികൾ സ്വന്തം വീടിനെ പോലെ തന്നെ അവർക്ക് ഫീൽ ചെയ്യണം. 1. 2, സർക്കാരിൻ്റെ ഹരിത പ്രോട്ടോകോൾ പാലിക്കണം. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും കൊല്ലത്ത് അങ്ങോട്ടേക്ക് എത്തിയ എല്ലാ കുട്ടികളും വിജയികളാണ്. കാര്യം ആ വേദിയിലേക്ക് നേരിട്ട് പോയത് കാരണം ആ വേദിയിലേക്ക് എത്തണമെങ്കിൽ അത്രത്തോളം പ്രതിഭാസമ്പന്നർക്ക് മാത്രം എത്താൻ കഴിയുള്ളൂ. അവരെത്തുമ്പോൾ തന്നെ വിജയികളാണ്. പിന്നെ സ്വർണ്ണക്കപ്പ് അത് അർഹിക്കുന്ന ജില്ല കൊണ്ടുപോകട്ടെ. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേരുകയുമാണ്.